അതുകൊണ്ടാണ് ഇമാം അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അതിന് പ്രാമുഖ്യം കൊടുത്തത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വഖീല ഹിയ ആസാറുൽ മശാഇന ഇലൽ മസാജിദ്, അങ്ങനെ ഒരു അഭിപ്രായവുമുണ്ട്. പക്ഷേ വലഅല്ലൽ മുറാദ അന്നഹാ മിൻ ജുംലത്തിൽ ആസാർ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ എണ്ണമറ്റ അനന്തര ഫലങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് പറയാം. അതാ കൂടുതൽ നല്ലത്. അതിൽ പെട്ട ഒരു ഭാഗമായി എടുത്താൽ മതി. ചീത്തയായ അനന്തര ഫലങ്ങൾക്ക് ധാരാളം ഉദാഹരണങ്ങൾ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. വൽ കുതുബിൽ മുദില്ല, മനുഷ്യനെ പഴപ്പിക്കുന്ന ഗ്രന്ഥരചനകൾ, വ ആലാത്തിൽ മലാഹി, കളിയുപകരണങ്ങൾ, വിനോദോപകരണങ്ങള്, അതുപോലെ തന്നെ വിരോധിക്കപ്പെട്ട പല ഉപകരണങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ എത്ര കാലം ഇവിടെ നിലനിൽക്കുമോ അത്രയും കാലം അവർക്ക് അതിൻ്റെതായ ശിക്ഷ അവരങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഇവൻ നടത്തിയ ഒരു കറുത്ത പുസ്തകരചന അതവന് വല്ലാത്ത ദോഷമായി ബാധിക്കും. അതുപോലെ തന്നെ കളിയുപകരണങ്ങൾ, വിനോദോപകരണങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖിയാമത്ത് നാൾ വരുമ്പോ വിനോദോപകരണങ്ങൾ കൂടി വരും. ആ വിനോദോപകരണങ്ങൾ ഉണ്ടാക്കിയവർ ആരൊക്കെ ഇതുകൊണ്ട് കളിക്കുന്നോ, കളിക്കണമെന്ന നിയ്യത്തിൽ, നന്മയുടെ വഴിക്ക് പോവരുത്, കളിക്കണമെന്ന നിയ്യത്തിൽ തന്നെ ഉണ്ടാക്കിയ വിനോദോപകരണങ്ങൾ, അതുകൊണ്ടുള്ള മുഴുവൻ ഷർറുകളും അതാ കാലാകാലം തുടരുകയാണ്. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വമിനന്നാസി മയ്യശ്തരീ ലഹുവൽ ഹദീസ്, അശ്ലീലോപകരണങ്ങൾ കാശ് കൊടുത്തു വാങ്ങുന്ന മനുഷ്യന്മാരുണ്ട്. എന്തിന്? ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ, അറിയാതെ, അവര് പോലും അറിയാതെ, അല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാന പ്രകാരം അജ്ഞത മൂലം, വിവരമില്ലാത്തത് കൊണ്ട് ജനങ്ങളെ അവർ അതുവഴി പിഴപ്പിച്ച് കളയാൻ വേണ്ടി അത് വാങ്ങിക്കൊണ്ടുവരുന്നവരുണ്ട്. ഇത്തരം എന്നും ഇത് നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇതിനവസരമുണ്ടാക്കി കൊടുത്തവർ അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഖൈറും ഷർറും ആസ്വദിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. അതിൽ ഖൈറാണ് ലക്ഷ്യമെങ്കിൽ രക്ഷപ്പെടാം. അല്ല, തിന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപകരണങ്ങൾ അത് നിർമ്മിക്കുമ്പോൾ നമ്മൾ പേടിക്കണം. ഇതുവഴി എനിക്ക് പരാജയമാണ് വരുന്നതെന്ന് ആലോചിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സന്ന സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഉൻ വമൻ സന്ന സുന്നതൻ സയ്യിഅതൻ ഫഅലൈഹി ബിസ്റുഹാ വബിസ്റു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ബിസ്രിഹി ശൈഅ. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. ഇമാം മുസ്ലിമും അതുപോലെ തന്നെ അബൂദാവൂദും തിർമിദിയും അഹ്മദും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഒരാൾ ഒരു നല്ല സംസ്കാരം നടപ്പിലാക്കിയാൽ അയാൾക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അയാൾക്കതിൻ്റെ പ്രതിഫലം കിട്ടും. അതുമാത്രമല്ല, വഅജ്റു മൻ അമില ബിഹാ, അയാളെ കണ്ട് അത് ചെയ്യുന്നവരുടെ മുഴുവൻ പ്രതിഫലവും അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഉൻ, അയാളുടെ പ്രതിഫലത്തിൽ നിന്ന് ലവലേശം ചുരുങ്ങിപ്പോകാതെയാണ് ലഭിക്കുക. ഒരാൾ അതാ കമ്പനി കൂടിയിട്ട് മറ്റൊരാളെ വധിച്ചു കളഞ്ഞു. കൊലക്കേസാണ് കുറ്റം, കൊലപാതകമാണ് നടത്തിയ തെറ്റ്. അവൻ മാത്രമല്ല, മറ്റൊരുത്തനെ തട്ടിക്കയറ്റി അവനും ഇവനും കൂടെയാണ് നടത്തിയത്. ആ സാധു ഇതിൽ നിരപരാധിയാണ്, ഇവൻ കയറ്റിയപ്പം കേറി എന്ന് മാത്രമേ ഉള്ളൂ, ചെയ്തു. എന്നാൽ ഇവിടെ നീതി എന്താണ്? രണ്ടാമത്തെയാള് ഒന്നാമത്തവന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രചോദനത്തിന് വശംവദനായിട്ടാണ് ചെയ്തതെന്ന് കരുതി രണ്ടാമത്തവന് ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അവന് ശിക്ഷ കൊടുക്കണം, തക്ക ശിക്ഷ കൊടുക്കണം. കൊലപാതകത്തിന്റെ ശിക്ഷ എന്താണോ അതവന് കൊടുത്തോളണം. എന്നാലോ അത് പോരാ, തട്ടിക്കയറ്റിയവന് കൊലപാതകത്തിൻ്റെത് മാത്രം പോരാ, ഇവനെ പ്രേരിപ്പിച്ചു എന്ന കുറ്റവും കൂടെ അവന്റെ തലയിലിടണം. ഇതല്ലേ നീതി? അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും. അതേ രൂപത്തിൽ നന്മയാണ് സ്ഥാപിച്ചതെങ്കിൽ ഈ നാട്ടിൽ മുമ്പ് ഒരു ദിക്ർ ഹൽക്ക സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. സങ്കല്പിക്കുകയാണ്, ഉണ്ടാകും. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുള്ള നാട്ടിൽ എന്തായാലും അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകും. മാസത്തിലൊരു മൊബൈൽ ദിക്ർ ഹൽക്ക ഇല്ല,
എന്നാൽ ഒരു 10 ആള് കൂടിയിട്ടങ്ങ് തീരുമാനിച്ചു, നമുക്കിങ്ങനെ ഒരു വീട് കഴിഞ്ഞാൽ മറ്റൊരു വീട്, അത് കഴിഞ്ഞാൽ മറ്റൊരു വീട്, ഇങ്ങനെ എല്ലാ വീടുകളിലും കയറിയിറങ്ങി മാസത്തിലൊരു ദിക്ർ ഹൽക്ക നമ്മുടെ മഹല്ലിൽ നടക്കണം. അതിനൊരു 10 ആള് കൂടിയിട്ടാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിലേക്ക് ഈ 10 ആളെ കൊണ്ടുവന്നത്, അതിന്റെ നേതൃത്വത്തിൽ നിന്നതൊരു ഹാജി, അതിന് നേതൃത്വം കൊടുത്തതൊരു ഹാജി സാഹിബാണ്. എന്നാൽ ആ ദിക്ർ ഹൽക്ക ഭംഗിയായി നടക്കുന്നു. അയാൾ മരണപ്പെട്ടിട്ട് പിന്നെയും തുടരുന്നു. എത്ര കാലം ഇവരുടെ മക്കളും മക്കളുടെ മക്കളുമൊക്കെ ഇത് തുടരുന്നോ, ഇയാളുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലങ്ങൾ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൻ സന്ന സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. നടപ്പാക്കിയതിനുള്ള പ്രതിഫലം, അത് ചെയ്തവന്റെ പ്രതിഫലം ഇവന് കൊടുത്തിട്ട് അല്ലാഹു കൊടുക്കുന്നു. എന്നാൽ മറ്റവന്റെ പ്രതിഫലം ചുരുങ്ങുകയില്ല. അതേസമയം വമൻ സന്ന സുന്നതൻ സയ്യിആ, ഒരു ചീത്തയായ സംസ്കാരമാണ് അവൻ നടപ്പിലാക്കിയതെങ്കിലോ ഫഅലൈഹി വിസ്റുഹാ, അതിന്റെ പാപം അവൻ, അതിന്റെ കുറ്റം അവൻ പേറേണ്ടി വരും. അതിന്റെ കുറ്റം മാത്രം പേറിയാൽ പോരാ, വവിസ്റു മൻ അമില ബിഹാ, അവനെ കണ്ട് ആരൊക്കെ ഇത് പ്രവർത്തിക്കുന്നോ അതിന്റെ മുഴുവൻ കുറ്റങ്ങളും അവൻ പേറേണ്ടി വരും. ഉദാഹരണത്തിന്, ഈ നാട്ടിൽ മുമ്പ് ഈദ് നൈറ്റ് പ്രോഗ്രാമിൽ അനിസ്ലാമികമായ പരിപാടികളെ കൊണ്ട് ആഘോഷിച്ച ഈ മണ്ണ് വശമാക്കുന്ന ഒരു പരിപാടി നേരെ നടന്നു വരുന്നില്ല എന്ന് സങ്കല്പിച്ചോ. ഒരു ഉദാഹരണം, ഈദ് നൈറ്റ് എന്നൊരു പരിപാടി നേരത്തെ ഇല്ലായിരുന്നു. നല്ല നിലക്കാണെങ്കിൽ നടത്താം, പക്ഷെ ഇന്ന് ഈദ് നൈറ്റ് പരിപാടികളൊന്നും നല്ല നിലക്കല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഗാനമേള വെച്ചിട്ടൊരു അടിപൊളി ഈദ് നൈറ്റ്. ഒരാളിങ്ങനെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു 10 ഉറുപ്പ്യ പോക്കറ്റിലുണ്ടായപ്പോൾ അവനിങ്ങനെ തോന്നുകയാണ്, ഗീഷയിൽ ഒരു 10 ഉറുപ്പ്യ ഉണ്ടല്ലോ, എന്തെങ്കിലും ആയിട്ട് ഒരു പരിപാടി നടത്തണം. അതിനിപ്പോൾ ഒരു വയലൊക്കെ ഒരു ഇസ്ലാമിക പരിപാടി എടുത്താൽ അതിനൊക്കെ ആരുടെ അംഗീകാരം കിട്ടുക? അതിനാരുടെ അംഗീകാരം കിട്ടുക? നാട്ടിലുള്ള കുറച്ച് പ്രായമുള്ളവരുടെ അംഗീകാരം എന്നല്ലാതെ, അല്ലെങ്കിൽ തൊപ്പിൻ തലപ്പാവും ഒക്കെ ധരിച്ച് നടക്കുന്ന കുറച്ച് ആളുകളുടെ അംഗീകാരം അല്ലാതെ കിട്ടൂല. ജനങ്ങളുടെ മൊത്തം അംഗീകാരം എനിക്ക് നേടണമെങ്കിൽ, അവരുടെ മൊത്തം അംഗീകാരം എനിക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ ഏറ്റവും വഷളായൊരു ഏർപ്പാട് തന്നെ വെക്കണം. ഇവൻ തീരുമാനിച്ചു, ഒരടിപൊളി ഗാനമേള അവൻ അങ്ങോട്ട് നടത്തി. ഇവൻ 10 ആളെ സംഘടിപ്പിച്ചിട്ട് പറഞ്ഞു, 5 കാശ് നിങ്ങൾ ചെലവാക്കണ്ട, ഞാൻ തരാം, കാശ് മുഴുവൻ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങോട്ട് നടത്തി. മംഗമാര് വന്ന് പാട്ടുപാടി, ജനം ആർത്തു ചിരിച്ചു, കൈയടിച്ചു, പ്രോത്സാഹിപ്പിച്ചു, എല്ലാം നടന്നു. പെരുന്നാളിന്റെ തലേന്നാൾ വളരെ മോശം, അല്ലെങ്കിൽ പെരുന്നാൾ രാവിലാണ്, എന്താവട്ടെ, പെരുന്നാളിന്റെ അന്ന് രാവിലോ അല്ലെങ്കിൽ പെരുന്നാൾ രാവ് എന്ന് പറയുന്ന തലേന്നോ എങ്ങനെ സംഭവിച്ചാലും ശരി, വളരെ വൃത്തികെട്ട ഏർപ്പാടല്ലേ ഇത്. ദുആ സ്വീകരിക്കുന്ന നാളുകളിൽ 4 ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് 2 പെരുന്നാൾ നാളുകൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. ആ ദിവസം ഇവൻ ഇത് നടത്തി. പിന്നെ അയാൾ പോയി വന്നപ്പോൾ അയാൾക്ക് കുറച്ചൊക്കെ ഹൈറും ബർക്കത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തകർന്നു. നാട്ടിൽ പാപ്പറായിട്ടാണ് തിരിച്ചെത്തിയത്. ഇനി അവന് ഗാനമേളയും വേണ്ട, ഒരു ഏർപ്പാടും വേണ്ട, അവൻ അവന്റെ ശോലുമായിട്ട് ഇങ്ങനെ നടക്കുക. പക്ഷേ അന്ന് അവൻ തുടങ്ങി വെച്ച ഗാനമേള ഇപ്പോഴും മുടങ്ങാതെ പോകുന്നുണ്ട് കൊല്ലം തോറും. എന്തുകൊണ്ട്? അന്ന് ഇവൻ സ്വന്തം പണം ഇറക്കിയിട്ടാണ് ഈ പരിപാടി നടത്തിയത്. പക്ഷെ ഇന്ന് പണം ഇറക്കി കൊടുക്കണ്ട, കുട്ടികൾ തന്നെ സ്വയം ഇറങ്ങിയിട്ട് അതിന് പിരിവെടുത്ത് നടത്താൻ തയ്യാറാണ്. ഈ ടേസ്റ്റ് കുട്ടികൾക്ക് കൊടുത്തത് വന. അതുകൊണ്ട് ഇവൻ എത്ര പാവാണെങ്കിലും ശരി, ഈ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ലെങ്കിലും ശരി, എത്ര കാലം ഈ ഏർപ്പാട് നാട്ടിൽ നടക്കുന്നോ അതിന്റെ അനന്തരഫലം അവനും കിട്ടും. ഇങ്ങനെ ചിന്തിക്കുമ്പോ എന്റെ കൂട്ടുകാരെ, ഒരനക്കം അനങ്ങണമെങ്കിൽ നമ്മൾ എത്ര വട്ടം ആലോചിക്കണം, പടച്ചോനെ ഈ ഒരു പുതിയ പരിപാടി എന്റെ നാട്ടിൽ നടപ്പിലാക്കിയാൽ എനിക്ക് ഖബറിൽ കിടക്കാൻ സുഖമുള്ള കാര്യമാകോ ഇത്, അതോ എനിക്ക് ഖബറിൽ കിടക്കാൻ വിഷമമാകുമോ? പലപ്പോഴും ചിന്തിക്കേണ്ടതാണ്. ഇത് ചിന്തിച്ചില്ലെങ്കിൽ ഇവിടെയാണ് നമ്മുടെ വിഷയം പ്രസക്തമാകുന്നത്. കരുതണം, നാം അറിയാതെ നിക്ഷേപം വർദ്ധിക്കും, താങ്ങാൻ കഴിയില്ല. ഭാവി തലമുറയിൽ സ്വന്തം സമൂഹത്തിലും പൊതുവെ മനുഷ്യവംശത്തിലും നാം ഇട്ടേച്ചു പോയ നല്ലതും ചീത്തയുമായ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഏതു കാലം വരെ എവിടെയെല്ലാം നിലനിൽക്കുന്നുവോ അതെല്ലാം ഇവന്റെ തലയിൽ വെച്ച് കെട്ടും, ഇവന്റെ നിക്ഷേപത്തിലേക്ക് കൂട്ടിയെഴുതും, ഇവന്റെ കണക്കിൽ അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
അവൻ സന്താനങ്ങൾക്ക് നൽകിയ നല്ലതും ചീത്തയുമായ ശിക്ഷണം, പോക്കിരിയായ വാപ്പ, ഗുണ്ടായി സംഘടിച്ചിരുന്ന വാപ്പ, അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്ന വാപ്പ, ആ വാപ്പ തന്റെ മകന് പകർന്നു കൊടുത്തത് ഗുണ്ടായുസമാണെങ്കിൽ, ആ വാപ്പ തന്റെ ആൺമക്കൾക്ക് പകർന്നു കൊടുത്തത് ഗുണ്ടായുസമാണെങ്കിൽ, ആ വാപ്പ പകർന്നു കൊടുത്തത് അഴിമതിയാണെങ്കിൽ, എങ്ങനെ അഴിമതി വീരന്മാരാവാം എന്ന സൂത്രങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തതെങ്കിൽ, ആ വാപ്പ തൻ്റെ കുട്ടികൾക്ക് പകർന്നു കൊടുത്തത് അനീതിയും അക്രമവുമാണെങ്കിൽ, അതാ അതിൻ്റെ അനന്തരഫലങ്ങൾ ഈ മക്കൾ അവരുടെ മക്കൾക്ക് പഠിപ്പിച്ച് തുടർന്നു പോയാൽ ഈ ഒന്നാമത്തെ വല്ലിപ്പ രക്ഷപ്പെടുന്നില്ല. എടുക്കാൻ മാത്രം ലോഡ് ഈ വല്ലിപ്പ ഏറ്റേണ്ടി വരും, സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് ആലോചിക്കുക, ഈ വാപ്പ നൽകിയത് നല്ല ഒരു ശിക്ഷണമാണോ? ആ വാപ്പാക്ക് റാഹത്താണ്. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ മക്കളെ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യണം. സൂറത്തുൽ മുൽക്ക് ഓതാതെ നിങ്ങൾ ഉറങ്ങരുത്. നമ്മളെ ദുന്യാവും ആഖിറവും സലാമത്താകാനുള്ള കാരണങ്ങളാണത്. അത് ചെയ്യാത്തവർക്ക് എൻ്റെ വീട്ടിൽ ചോറില്ല. പഴയ കാലത്ത് ഉപ്പമാര് പ്രഖ്യാപിച്ചിരുന്നത് പോലെ പ്രഖ്യാപിച്ചു എന്ന് വെക്കുക. എന്നാൽ അതിൻ്റെ പേരിൽ നമുക്ക് ഖബറിൽ കിടക്കുമ്പോൾ അവരവരുടെ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ എത്ര കാലം സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നോ, എത്ര കാലം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നോ, അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞെരിയാണിയുടെ എത്രയോ താഴെ ഒരു ചാണോളം ആഴത്തില് താഴോട്ട് വസ്ത്രം ഇറക്കി വലിച്ചിഴച്ച് നടക്കുന്ന പാൻസ് തന്റെ കുട്ടി ധരിച്ച് മുന്നോട്ട് പോകുന്നത് കാണുമ്പോ വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ പാൻസിന്റെ നീളം കുറക്കണം. നീളം കുറച്ചേ പറ്റൂ. മുത്തുനബി 80-ലധികം ഹദീസുകളിൽ പറഞ്ഞതാണ്, ഞെരിയാണി വിട്ടിറങ്ങിയ വസ്ത്രം നരകത്തിലാണ്, അത് ധരിക്കുന്നവൻ നരകത്തിലാണ്. അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ മുഖത്തേക്ക് അല്ലാഹു നോക്കില്ല. മോനെ ഇത് ചെയ്യല്ല. മോനെ തിരുത്തി കൊടുത്താൽ അതിന്റെ ഗുണഫലം വാപ്പയുടെ ഖബറിലേക്ക് എത്തുകയാണ്. അതേസമയം സുബഹി നിസ്കരിക്കുന്ന സമയത്ത് ഇന്ന് പല വാപ്പമാരുടെയും സ്വഭാവം എന്താണ്? സുബഹിക്ക് അവരെഴുന്നേറ്റ് നിസ്കരിക്കുമ്പോഴും തൊട്ടടുത്ത റൂമിൽ കൂർക്കം വലിച്ചുറങ്ങുന്ന മകനെ മോനെ എഴുന്നേൽക്കെന്ന് പറഞ്ഞു റൂമിന് മുട്ടാൻ ധൈര്യപ്പെടുന്നില്ല വാപ്പമാര്. എന്റെ മകൻ എന്നോടുള്ള വാത്സല്യം കുറയുമോ എന്ന് പേടിച്ച് മക്കളെ എഴുന്നേൽപ്പിച്ച് നിസ്കരിക്കുന്നില്ലെങ്കിൽ, മക്കൾക്ക് ഇസ്ലാമിക സംസ്കാരം ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ച അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ ശിക്ഷണം നിങ്ങൾക്ക് അപകടമാകും, ഈ വാത്സല്യം നിങ്ങൾക്ക് അപകടമാകും. കാലാകാലം നിങ്ങളത് പേറേണ്ടി വരും. ഇതായി പറഞ്ഞത് വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. ഇത് പോകില്ല. അതിന്റെ അനന്തര ഫലങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു കാര്യം ആലോചിക്കുക, സമൂഹത്തിന്റെ പ്രയാണമാർഗത്തില് നിങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്ന മുൾച്ചെടികളും പൂച്ചെടികളും അത് നട്ടുപിടിപ്പിച്ചതിന് വെള്ളം ചേർത്ത് അതിന് വളം ചേർത്ത് നിങ്ങളതിനെ നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ ആ പൂച്ചെടികളുടെ സൗരഭ്യവും മുൾച്ചെടികളുടെ ശല്യവും നിങ്ങൾക്ക് എത്ര കാലം ഈ ഭൂമിയിൽ നിങ്ങൾ സ്ഥാപിച്ച ഈ മുൾച്ചെടികളും പൂച്ചെടികളും സൗരഭ്യം പരത്തുന്നുണ്ടോ, ശല്യം നൽകുന്നുണ്ടോ, അത്രയും കാലം ഖബറിൽ കിടക്കാൻ ഈ വാപ്പക്കൊരു സുഖവും ഉണ്ടാകില്ല. ആലോചിക്കുന്നത് നല്ലതാണ്. ഇതാണ് വനക്തുബു മാ ഖദ്ദമൂ എന്ന് പറഞ്ഞു നിർത്താതെ വിശുദ്ധ ഖുർആൻ വആസാറഹും, അവരുടെ അനന്തര ഫലങ്ങളും ഇതേ ലിസ്റ്റിലാ വരുന്നത്. ഇവരിട്ടേച്ചു പോയ ചിഹ്നങ്ങളിൽ നിന്ന് പ്രകടമാകുന്നത് ഇപ്പോ ഒരു തെങ്ങ് വെച്ച വാപ്പ. ആ വാപ്പ ഒരു പക്ഷേ അതിൽ നിന്ന് തേങ്ങ വലിച്ചില്ലെന്ന് വന്നേക്കാം. ഇത്രയും പരിശുദ്ധമായ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മുടെ നാട്ടിൽ തലപൊക്കി നിൽക്കുന്ന നാളികേര മരങ്ങൾ മുഴുവനും. ഈ നാളികേര മരങ്ങളെല്ലാം ഇത് തന്നെയാണ്, നമുക്ക് യാതൊരു സംശയവുമില്ല. എന്തേ നമ്മുടെ വല്ലിപ്പമാര് വെച്ചത്? അവരൊരു തേങ്ങ പോലും ഇട്ട് തിന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ ഖബറിൽ അതിൻ്റെ അനുഭവ ഫലങ്ങൾ അവർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ കൃഷി ചെയ്ത് വളർത്തിയെടുത്ത് അവർക്ക് തിന്നാൻ കഴിഞ്ഞില്ലെങ്കിലും മക്കൾ തിന്നുന്നുണ്ട്, ആരൊക്കെയോ ഉപകരിക്കുന്നുണ്ട്, ഏതൊക്കെയോ മനുഷ്യ മക്കൾ അത് ഉപകരിക്കുന്നുണ്ട്. നാം വെച്ച മാവ്, നാം വെച്ച തെങ്ങ്, എല്ലാറ്റിനും നമുക്ക് പ്രതിഫലമാണ്. വആസാറഹും. ഇതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നില്ല. ഇത് നമ്മൾ ഒന്നൊഴിയാതെ സമ്പൂർണമായി നമ്മുടെ അനന്തരഫലങ്ങൾ നമ്മളിലേക്ക് എഴുതുമെന്ന് നന്നായി വേണം കരുതാൻ. ശരിക്കാലോചിക്കുക. അതുകൊണ്ട് തന്നെ നല്ലതിനു മാത്രമേ വിത്ത് പാകാവൂ, നല്ലതിനു മാത്രമേ വളം ചേർക്കാവൂ, നല്ലതിനു മാത്രമേ നമ്മൾ കളപറിക്കാവൂ.
വേണ്ടാത്തതിന് നമ്മളുടെ ഭാഗത്തു നിന്നൊരു സഹകരണവും ഉണ്ടാവരുത്. വേണ്ടാത്തൊരു പരിപാടി നാട്ടിൽ നടക്കുന്നു, ദീനിന് പൊരുത്തമില്ലാത്ത പരിപാടിയാണ്, അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത പരിപാടിയാണ്. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, ഭണ്ഡാറടക്കാൻ കിടക്കട്ടെ ഒരു 10 റുപ്യ പറയരുത്. കാരണം ഇത് നമുക്ക് വലിയ ശല്യമായി വരും. അവനുമായി ഒരു നല്ല ബന്ധമുണ്ടെങ്കിൽ അവനോട് പറയണം, ഈ ചായ കുടിക്കാൻ ഈ 10 രൂപ ഉപയോഗിച്ചോ, എനിക്ക് കുഴപ്പമില്ല, ഈ പരിപാടിക്ക് ഇതെടുക്കുന്നത് എനിക്കിഷ്ടമില്ല, മുത്തുനബിക്ക് വെറുപ്പുള്ള പരിപാടി, ഇതെനിക്ക് തീരെ ഇഷ്ടമില്ല. ഇത് പറയാൻ എൻ്റെ വിശ്വാസിനികളെ നമ്മൾ മുന്നോട്ട് വരണം. നല്ലതിന് മാത്രമേ പണം ചെലവഴിക്കാവൂ, നല്ലതിന് മാത്രമേ ആരോഗ്യം കൊടുക്കാവൂ. ഇത് ഖുർആൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്നറിയോ നിങ്ങൾ? നോക്കുക, സൂറത്തുൻ നഹ്ലിന്റെ 25-ാം വചനം ശ്രദ്ധിക്കുക. ലിയഹ്മിലൂ ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ വമിൻ ഔസാരില്ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽമിൻ അലാ സാഅ മാ യസിറൂൻ. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവത്തോടെയാണ് അല്ലാഹ് പറയുന്നത്. ലിയഹ്മിലൂ ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ. അവരുടെ പാപങ്ങളെല്ലാം, ആ ഭാരങ്ങളൊന്നടങ്കം അവര് തന്നെ മുഴുവൻ വഹിക്കണം. ലിയഹ്മിലൂ ഔസാറഹും, നമ്മൾ കൂട്ടാടിയത് മറ്റൊരാൾ ഏറ്റെടുക്കില്ല. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, ഒരാളുടെ ലോഡ് മറ്റൊരാൾ വഹിക്കില്ല. ഖുർആനാ പറഞ്ഞത്. അപ്പൊ നമ്മുടേത് കാമിലത്തൻ, പരിപൂർണമായി നമ്മൾ തന്നെ വഹിക്കണം. വമിൻ ഔസാരില്ലദീന യുദില്ലൂനഹും, അവരുടേത് മാത്രം പേറിയാൽ മതി എന്ന ആശ്വാസത്തിലിരിക്കണ്ട. അവര് പിഴപ്പിച്ചവരുടെ പാപഭാരങ്ങളിൽ ഒരു ഭാഗവും അവർ പേറേണ്ടി വരും. അഥവാ അവർക്കുള്ളതുപോലെ ഒരു ഭാഗം, ഇവരുടേത് സമ്പൂർണമായി അത് മറ്റാർക്കുമില്ല. അവർക്ക് കൊടുത്തതിന്റെ പുറമെ അതേ രൂപത്തിലൊരു ഊഴമെടുത്ത് ഇവർക്കും കൊടുക്കുകയാണ്. വമിൻ ഔസാരില്ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽമിൻ, അജ്ഞത കൊണ്ടാണ് ഇത്രയും വലിയ മഹാദുരന്തം വരാനിരിക്കുന്നുണ്ട് എന്ന് ബോധമില്ലാത്തത് കൊണ്ടാണ് അവരവരെ പിഴപ്പിക്കാൻ നിന്നത്. അല്ല, ഇവരറിയാത്ത രൂപത്തിൽ അവരെ പിഴപ്പിച്ചു കളഞ്ഞു. കാരണം ഞാൻ അന്ന് ആ 10 സെന്റ് ഭൂമി, ഒരു 10 സെന്റ് ഭൂമി അന്ന് ആ കൂത്താട്ടത്തിന് ഒരു സിനിമാ ഹാള് വരുമ്പോ ഞാനത് കൊടുത്തപ്പത്ര ചിന്തിച്ചില്ല. കാശ് കിട്ടല്ലേ എന്നേ ചിന്തിച്ചുള്ളൂ. അതിന്റെ പിന്നാലെ വരാൻ പോകുന്ന വിനയെക്കുറിച്ചൊന്നും ബോധവാനായിരുന്നില്ല. ബിഗൈരിൽ നിന്ന് അറിയാതെ പെട്ടുപോയതാ, പറഞ്ഞിട്ട് കാര്യമില്ല. ചീത്തക്കാണെന്ന് അന്ന് നിനക്കറിഞ്ഞിരിക്കെ വേണ്ടത്ര ബോധമില്ലാതെ നീ കുടുങ്ങിപ്പോയാൽ രക്ഷപ്പെടൂല. ആ പിഴപ്പിച്ച എത്ര കാലം അതിൽ കൂത്താട്ടം നടക്കുന്നോ അത്രയും നാള് നീ അത് ഏറ്റുവാങ്ങേണ്ടി വരും. അതിന്റെ ശിക്ഷ നിന്റെ പെരടിയിൽ വലിച്ചിടും. അലാ, നോക്കൂ, അറിയണം, ഖുർആൻ പറയുകയാണ്, നോക്കുക, ഇവർ പേറേണ്ടി വരുന്നത് എത്ര മോശപ്പെട്ട ലോഡാണ്. ഇവർ പേറേണ്ടി വരുന്നത് എത്ര മോശപ്പെട്ട ലോഡാണ്. കാരണം അങ്ങനെ അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെ നമ്മൾ കാണിച്ചു കൊടുത്ത സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങളുടെ പിന്നാലെ തരിച്ച് ഇവർ എന്തൊക്കെയാ ഉണ്ടാക്കി തീർക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ജസ്റ്റ് ഒരു ക്ലബ്ബ്, അത് എല്ലാവരും ഇങ്ങനെ തട്ടിക്കാറ്റിയ പണ്ട് ഉണ്ടാക്കിയതാ. പക്ഷെ ആ ക്ലബ്ബ് ഉണ്ടാക്കിയതിന്റെ പേരിൽ അന്ന് ഞാൻ ജീവിക്കുന്ന കാലത്ത് അതിൽ അനിസ്ലാമിക പ്രവർത്തനങ്ങളൊക്കെ കടന്നു വരുന്നത് പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാലും തിന്മയുടെ ഒരു കേന്ദ്രമായിട്ടാണ് ജനങ്ങൾ ക്ലബിനെ കാണുന്നത് എന്ന് വെച്ച് അതിൽ നിന്ന് മാറാൻ എനിക്ക് തോന്നിയില്ല. പിൽക്കാലത്ത് അതെനിക്ക് അപകടമാവോ നോക്കിയില്ല. ഇന്ന് ഹാജി സാഹിബ് മരിച്ചു കിടക്കുമ്പോഴും ഇവിടെ ക്ലബിൽ മരിച്ചു കിടക്കുമ്പോൾ ക്ലബിൽ വളരെ മോശപ്പെട്ട അന്തരീക്ഷങ്ങളാണ് അരങ്ങേറുന്നത്. അതേ, അതങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹാജി സാഹിബ് പേറുന്നത് എത്ര മോശപ്പെട്ട ലോഡാണ്. അലാ സാഅ മാ യസിറൂൻ. സൂറത്തുൻ നഹ്ൽ 25. ഇനി നോക്കിക്കോളൂ, സൂറത്തുൽ അങ്കബൂത്ത് 13. സൂറത്തുൽ അങ്കബൂത്തിന്റെ 13-ാം ആയത്തിൽ അല്ലാഹ് പറയുന്നു, വലയഹ്മിലുന്ന അസ്ഖാലഹും വഅസ്ഖാലം മഅ അസ്ഖാലിഹിം. വലയഹ്മിലുന്ന അസ്ഖാലഹും, അവരുടെ ഭാരങ്ങൾ അത്രയും പേറണം. വഅസ്ഖാലം മഅ അസ്ഖാലിഹിം, അവരുടെ ഭാരം പേറുന്നതോടൊപ്പം തന്നെ
വേറെയും ഭാരങ്ങൾ അവർ പേറണം. അതിവർ പഠിപ്പിച്ചവരുടെ ഭാരങ്ങളാണ്. അസ്കാലം മഴസ്കാലി, അവരുടേത് മാത്രം പേറിയാൽ മതിയാവില്ല, അവരുടേതിന്റെ കൂടെ തന്നെ വേറെയും പേറേണ്ടി വരും. ആ ഭാരങ്ങൾ ഏതാ? ആ മറാപ്പുകെട്ടുകൾ ഏതാണ്? ഇവർ പഠിപ്പിച്ചവരുടേതാണ്. അതുകൊണ്ട് നല്ലോണം ആലോചിക്കുക. എന്റെ നാട്ടിൽ ഒരു ബിദ്അത്തിന്റെ പ്രസ്ഥാനമില്ലെങ്കിൽ ആദ്യമായി അതിന് വിത്തുപാകിയ ആള് രക്ഷപ്പെടില്ല. എന്തുകൊണ്ട്? പിൽക്കാലത്ത് ആ പ്രസ്ഥാനം ഇങ്ങനെ വളർന്ന് അവർ പറയാത്തതില്ല, ചെയ്യാത്തതില്ല. ആ പ്രസ്ഥാനത്തിന്റെ തണലിൽ അവർ ചെയ്യാത്തതില്ല, അവർ വാദിക്കാത്ത വാദങ്ങളില്ല. അതിനൊക്കെ ഈ സ്ഥാപകന് അതിൻ്റെതായ കുറ്റങ്ങൾ അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടോ ഉള്ള ഒരു വാശിക്കായിരിക്കും സ്ഥാപിച്ചപ്പോൾ സ്ഥാപിച്ചത്. ഒരു പാർട്ടിക്ക് യൂണിറ്റ് ഇടുക എന്ന് തീരുമാനിച്ചത് ആരോടോ ഉള്ള വാശിക്കായിരിക്കാം. പക്ഷേ ചിന്തിക്കണം, ഈ യൂണിറ്റ് മരിക്കാത്ത കാലത്തോളം മരിച്ചു കിടക്കാൻ സുഖമുണ്ടാകില്ല. ഈ കാര്യം നമ്മൾ ആലോചിക്കണം. വനകുതുബു മാ ഖദ്ദമൂ വആസാറഹും വലയഹ്മിലുന്ന അസ്ഫാലഹും വഅസ്ഫാലം മഅ അസ്ഫാലിഹിം വലയുസ്അലുന്ന യൗമൽ ഖിയാമത്തി അമ്മാ കാനൂ യഫ്തറൂൻ. എന്നിട്ട് അവരോട് ഉയർത്തെഴുന്നേൽപ്പു നാളിൽ അല്ലാഹ് അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. അവർ ചോദ്യം ചെയ്യപ്പെടും. അമ്മാ കാനൂ യഫ്തറൂൻ, അവർ കാട്ടിക്കൂട്ടിയ കൃത്രിമങ്ങളെക്കുറിച്ച് അവരോട് ചോദ്യം ചെയ്യാതിരിക്കില്ല. സൂറത്തുൽ അങ്കബൂത്തിന്റെ 13-ാം ആയത്തിലൂടെ അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചു. ഇതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ടൊരു കാര്യം ആലോചിക്കുക. സ്വന്തം ഒരു വേണ്ടാത്തരം ചെയ്യും പോലെയല്ല തിന്മക്ക് ലീഡർഷിപ്പ്. അത് അപകടമാണ്. തിന്മ ചെയ്യും പോലെയല്ല തിന്മക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയട്ടെ, സ്വന്തമായി തെറ്റുകുറ്റങ്ങൾ ചെയ്യരുത് മക്കളെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും ചിന്തിക്കേണ്ടതാണ്. സ്വന്തമായി തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൂടാ, പക്ഷേ അതൊരു സംഘടിത സ്വഭാവത്തിൽ എന്തായാലും ചെയ്തുകൂടാ. സ്വന്തമായി ചെയ്യുമ്പോൾ നമ്മുടേത് മാത്രം പേറിയാൽ മതിയാകും. സംഘടിത സ്വഭാവത്തിലാകുമ്പോൾ നാം ആരെയൊക്കെ പ്രമോട്ട് ചെയ്തിട്ടുണ്ടോ ഈ കാര്യത്തിന് വേണ്ടി അവരുടേത് മുഴുവനും തലയിലേറ്റേണ്ടി വരും. അവിടെയാണ് അലാ സാഅ മാ യസിറൂൻ. അവരേറ്റുന്ന ലോഡ് എത്ര മോശമാണ്, പേറേണ്ടി വരുന്ന ലോഡ് എത്ര മോശപ്പെട്ട ലോഡാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് അവിടെയാണ്. അതുകൊണ്ട് നന്നായി ഓർക്കുക, സ്വന്തം തിന്മ ചെയ്യും പോലെയല്ല മറ്റൊരാൾക്ക് തിന്മക്ക് നേതൃത്വം നൽകുന്നത്. ഭീകരമാണത്, അസഹ്യമാണത്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് കല്യാണ വീട്ടിലെ ദുരാചാരങ്ങൾ, കല്യാണ വീട്ടിലുണ്ടാകുന്ന ആഘോഷ പരിപാടികളോടനുബന്ധിച്ചുണ്ടാകുന്ന ആഭാസങ്ങൾ. ന്യൂ ഇയർ വരാനിരിക്കാം, പറയാതിരിക്കാൻ വയ്യ. ന്യൂ ഇയർ ആഘോഷത്തിൽ എൻ്റെ ചെറുപ്പക്കാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാറുണ്ട്. സംഘടിതമായിട്ട് കൂടിയിട്ട് അന്ന് വരെ നുണഞ്ഞു നോക്കാത്തവൻ അന്ന് കുപ്പി പൊട്ടിക്കാൻ തയ്യാറാവുകയാണ്. എന്നിട്ടോ ഒരു ഡോക്ടറുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പം 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ഡോക്ടറിനോട് വളരെ സങ്കടപൂർവ്വം പറഞ്ഞു. ഈ ഡോക്ടറോട് എൻ്റെ മുമ്പിൽ വെച്ചാണ് അദ്ദേഹം ചോദിച്ചത്, മോനെ മദ്യപിക്കാറുണ്ടോ? അദ്ദേഹം വയറ്റിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞ് എത്തിയതാ. മദ്യപിക്കാറുണ്ടോ? 19 വയസ്സായത്. അപ്പോ ഉടനെ ഈ മോൻ പറഞ്ഞ മറുപടി, സാറേ വല്ലപ്പോഴും ഒക്കെ കമ്പനി അടിച്ചൊക്കെ. കണ്ടാ, കമ്പനി അടിച്ച് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകാറുണ്ട്, അതിനപ്പുറമൊന്നും അതൊരു ശീലാക്കി മാറ്റാറില്ല. ഇതാ ഞാൻ പറഞ്ഞത്, കമ്പനി അടിച്ച് തെറ്റ് ചെയ്യുന്നത് കരുതിക്കോ. അവിടെ നിന്നാണ് സർവ്വ വേണ്ടാത്തരങ്ങളും കടന്നു വരുന്നത്. കല്യാണത്തിന്റെ തലേനാളുള്ള കൂത്താട്ടങ്ങൾ അവസാനിപ്പിക്കണം. അധിക മഹല്ലുകളിലേക്കും കടന്നു വരുന്ന കല്യാണത്തോടനുബന്ധിച്ചുള്ള ഒരുപാട് വേണ്ടാത്തരങ്ങളുണ്ട്. ആഘോഷ പരിപാടികളിലൊക്കെ ചേക്കേറുന്ന ആഭാസങ്ങള്, അതിനെ നാം അരിഞ്ഞു കൊല്ലണം. അല്ലെങ്കിൽ നമുക്ക് ഖബറിൽ കിടക്കാൻ സുഖമുണ്ടാകില്ല. പുതിയാപ്പിള വരുമ്പോൾ ചടക്കം പൊട്ടിക്കുന്ന വളരെ വൃത്തികെട്ട ഒരു സ്വഭാവം ഇതാ നാട്ടിലില്ലായിരുന്നു. ഒരു ചെറുപ്പക്കാരനാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. പിന്നെ അവന് വാശിയായി, അവന്റെ കല്യാണത്തിന് പൊട്ടിക്കുക, പിന്നെ അങ്ങനെ തുടർന്ന് പൊട്ടിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഒരു കല്യാണത്തിന് പങ്കെടുത്തപ്പോൾ, ഒരു കല്യാണ സദസ്സിൽ പങ്കെടുത്തപ്പോൾ ചടക്കം പൊട്ടിക്കരുതെന്ന് അവിടുത്തെ കമ്മിറ്റി സ്റ്റേണായി നിന്ന് അവരോട് പറഞ്ഞു. പൊട്ടിക്കൂല എന്ന് പുതിയാപ്പിളയും കുടുംബവും ഒക്കെ പറഞ്ഞു. പക്ഷേ വന്ന് മുറ്റത്തേക്ക് കടന്നപ്പം പെട പൊട്ടി. ചോദിച്ചപ്പോൾ പൊട്ടിച്ചവനെ പിടികൂടി. ആണത്തത്തോടുകൂടി അവർ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ കാര്യം പറയുന്നു, നിങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്ന പുതിയാപ്പിള എൻ്റെ ജ്യേഷ്ഠൻ മരിച്ച് 40 കഴിയുന്നതിന് മുമ്പ് ചടക്കം പൊട്ടിച്ച ആളാണ്. എൻ്റെ പുതിയാപ്പിള മുമ്പ് ഞാൻ അവനെ വിടുവോന്ന് ഇതാ ചോദിക്കുന്നത്. ഈ രൂപത്തിലാണ് ഇത് വളർന്നു വരുന്നത്.
പടക്കം പൊട്ടിക്കരുതെന്ന് പള്ളിയിലെ ഉസ്താദ് പറഞ്ഞതിന്റെ പേരിൽ നിക്കാഹ് നടക്കുന്ന ടീപ്പോയുടെ അടിയിൽ നിന്ന് പടക്കം പൊട്ടിച്ചു എന്റെ ചെറുപ്പക്കാർ. ഈ അവസ്ഥയിലായാൽ സംഗതി അപകടമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ എത്ര കാലം ഈ മാലപ്പടക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ കല്യാണത്തിന്, എത്ര നാൾ കല്യാണത്തിന്റെ നാളുള്ള മദ്യസൽക്കാരം നിലനിൽക്കുന്നുണ്ടോ? പള്ളി പ്രസിഡന്റിന്റെ മകൻ കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രസിഡന്റിന്റെ വീട്ടിലും കുപ്പി പൊട്ടി തലേനാള് പ്രസിഡന്റിനെ വിളിച്ച് നാട്ടുകാർ ചോദ്യം ചെയ്തപ്പം പ്രസിഡന്റ് മോനെ വിളിച്ച് രോഷാകുലനായപ്പം മോൻ പറഞ്ഞു, ഉപ്പാ ഞാൻ കുടിച്ചിട്ടില്ല, എന്നാലോ നീ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരെന്റെ കല്യാണം വഷളാക്കുമെന്നാ പറഞ്ഞത്, അവരെന്നെ ബഹിഷ്കരിക്കുമെന്നാ പറഞ്ഞത്. മോനെ, ഇത്തരം കൂട്ടുകെട്ട്, ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ അങ്ങ് വിട്ടാളാ. അവിശുദ്ധ കൂട്ടുകെട്ടുകൾ നെയ്യറിയാതെ നിന്റെ അക്കൗണ്ട് തടിപ്പിക്കും. ചെറുപ്പക്കാരാ, ഈ കമ്പനി നമുക്ക് വേണ്ട. ഇതിനു വേണ്ടിയാണോ നമ്മൾ കമ്പനി കൂടുന്നത്? അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിച്ചു കളയാൻ. ദീനിനോട് യോജിക്കാത്ത കാര്യങ്ങൾ നാട്ടിൽ ഒരു നിലക്കും സ്ഥാപിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരം വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെ, ധൂർത്തിൽ നിന്ന്, വേണ്ടാത്ത മാമൂലുകളിൽ നിന്ന് എല്ലാം ഈ ലോകം മാറി നിന്നെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും എന്റെ സഹോദരിമാരോടും ഞാൻ ഉണർത്തുകയാണ്. ഇത് നിങ്ങൾ ഒരിക്കലും തന്നെ മറന്നു പോവാൻ പാടില്ല. വളരെ നല്ല ഒരു സംസ്കാരമാണ് നീ കെട്ടിപ്പടുത്തതെങ്കിൽ, അതിനാണ് നീ നേതൃത്വം കൊടുത്തതെങ്കിൽ നീ രക്ഷപ്പെടുകയല്ലേ ചെയ്യൂ. ഒരു കുഴപ്പവും വരാനില്ലല്ലോ. നാട്ടിൽ കല്യാണത്തിന് ഗാനമേള വിളിക്കുന്ന, പാട്ടുകച്ചേരി നടത്തുന്ന പരിപാടിയില്ല. ഒരു മുതലാളിയുടെ ഭ്രാന്താണ് ഇതുണ്ടാക്കിയത്. പിന്നെ സാധുവും അങ്ങനെ നടത്തണമെന്നിടത്തെത്തി. എത്ര കാലം ഈ നാട്ടിൽ ഈ സംസ്കാരം തുടരുന്നോ? ആദ്യമായി ഈ സംസ്കാരം നാട്ടിൽ കാണിച്ചു കൊടുത്ത ഹാജി സാഹിബ് രക്ഷപ്പെടില്ല. ഗൾഫിന്റെ പണത്തിന്റെ തളപ്പിൽ, വിദേശ പണത്തിന്റെ കൊഴുപ്പിലും തളപ്പിലും നമ്മൾ പലപ്പോഴും സ്വത്വത്തെ മറന്നുപോകുന്ന ഒരവസ്ഥയുണ്ട്. മാപ്പിളയാണെന്ന ബോധം നഷ്ടപ്പെട്ടു പോകുന്ന പല അവസ്ഥകളുമുണ്ട്. വരരുത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ. ദീനെവിടെയും നിലനിർത്തി തന്നെ ജീവിക്കാൻ ശ്രമിക്കണം. വേണ്ടാത്ത ഒരു ഇടപെടലുകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കല്യാണ വീട്ടിലെ ദുരാചാരങ്ങൾ, അതുപോലെ തന്നെ ക്ലബ്ബ് സ്ഥാപിക്കുന്നതിലുള്ള അപകടം, ഈദ് നൈറ്റ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിലുള്ള അപകടം. സത്യത്തിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ തന്റെ ടീമിനെ രംഗത്തിറക്കുന്ന, സത്യത്തിന്റെ വെളിച്ചം ഊതിക്കെടുക്കാൻ ഒരു സത്യത്തിന്റെ വെളിച്ചം, ആ വെളിച്ചം വിതറാൻ വേണ്ടി ഒരു സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ സ്ഥാപനത്തെ തകർത്ത് കളയാൻ, സത്യത്തിന്റെ വെളിച്ചം ലോകത്ത് വ്യാപിപ്പിക്കാൻ ഒരു വലിയ മനുഷ്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ മനുഷ്യനെ തളർത്തിക്കളയാൻ ആരാണോ മുന്നിൽ നിൽക്കുന്നത് രക്ഷപ്പെടില്ല കേട്ടോ. വളരെ പഴക്കമുള്ള ഒരു കേസ് ഈയിടെയായി. ആ കേസിലുള്ള പ്രതികളെ പിടിക്കപ്പെട്ടപ്പോൾ മറ്റൊരു ടീം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്, അതിലും പഴക്കമുള്ള ഒരു കേസ്, ആ കേസ് എന്താ ഇവിടെ തെളിയിക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ച് പത്രസമ്മേളനം നടത്തുന്ന സമൂഹ മെമ്പർമാരാണ് നമുക്കുള്ളത്. ആലോചിക്കണം. കണ്ടപ്പം വല്ലാത്ത വേദന തോന്നിയിട്ടുണ്ട്. മനസ്സിലിരിപ്പ് മനസ്സിലാകുന്നില്ലേ? ശരിക്കു ചിന്തിച്ചോ. സത്യത്തിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ നാട്ടുതന്ത്രാക്കന്മാരെ രംഗത്തിറക്കുന്നവർ, ഭരണാധികാരികളെ തട്ടിക്കയറ്റുന്നവർ പേടിക്കണം. കാരണം നാളെ ഈ പ്രമാണിമാരുടെ, ഈ നാട്ടുപ്രമാണിയുടെ അകമ്പടിയോടെ ആരാണോ തട്ടിക്കയറ്റിയത് തന്റെ ഗുണ്ടകളെ, ആ ഗുണ്ടാ സംഘത്തലവന്റെ അകമ്പടിയോടെ അതാ ഗുണ്ടാ സംഘം നരകത്തിലേക്ക് വരും. സംശയിക്കണ്ട. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹൂദിൽ ഇങ്ങനെ ഒരായത്ത് പറയുന്നത് കാണാം. ഫത്തബഉ അംറ ഫിർഔൻ, അവർ ഫിർഔനിന്റെ ആജ്ഞ അനുസരിച്ചവരാണ്. ഫത്തബഉ അംറ ഫിർഔൻ, അവരെ തട്ടിക്കയറ്റിയത് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ
അലൈഹിസ്സലാമിനെ മാനം കെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്, ഫറോവ തട്ടിക്കയറ്റിയത് കേട്ടിട്ടാണ് അവർ വന്നത്. അതേ, ഫറോവയാണ് അവരെ തട്ടിക്കയറ്റിയത്. ഫറോവയുടെ ഓർഡർ സ്വീകരിക്കുകയാണ് അവർ ചെയ്തതെങ്കിൽ വമാ അംറു ഫിർഔന ബിറശീദ്, ഫറോവയുടെ ഓർഡർ വിവേകപൂർവമായിരുന്നില്ല. അവൻ്റേത് രക്തത്തിളപ്പായിരുന്നു, അവൻ്റേത് ശരിക്ക് റൗഡിത്തരമായിരുന്നു, അവൻ്റേത് ഗുണ്ടായുസം വിളയിക്കലായിരുന്നു. ഫറോവയങ്ങ് കൽപ്പിച്ചു, അവരതങ്ങ് ചെയ്തു. ഫറോവയുടെ ഉത്തരവാവട്ടെ വിവേകപൂർവമായില്ല. എന്നിട്ടല്ല പറയാണ് യഖ്ദുമു ഖൗമഹു, അതാ ഞാൻ പറയുന്നത്. വേണ്ടാത്തരത്തിന് നേതൃത്വം കൊടുത്തവന്റെ ദുരവസ്ഥ കേട്ടോ. അല്ല പറയുന്നു ഇതെല്ലാവർക്കും ബാധകമാണെന്ന് മുഫസ്സിറുകൾ പറയുന്നു. വേണ്ടാത്തരത്തിന് മറ്റുള്ളവരെ തട്ടിക്കയറ്റണ്ട. യഖ്ദുമു ഖൗമഹു, നാളെ അവൻ അവന്റെ പാർട്ടിയുടെ മുമ്പിൽ നിൽക്കും. എത്ര കുടവയറന്മാർ അവരുടെ ടീമിനെയും കൊണ്ട് നരകത്തിലേക്ക് നാളെ ആനയിക്കാൻ നിൽക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിന്തിക്കണം. എത്ര സ്ഥലത്താണ് വെളിച്ചം ഊതിക്കെടുക്കാൻ, ഹിദായത്തിന്റെ വെളിച്ചം ഊതിക്കെടുക്കാൻ ഒരു പ്രസ്താവനക്ക് കഴിഞ്ഞെങ്കിൽ, ഒരു പ്രഖ്യാപനത്തിന് കഴിഞ്ഞെങ്കിൽ, ഒരു തട്ടിക്കയറ്റലിന് കഴിഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീമ്പ് പറച്ചിലുകൾക്കായെങ്കിൽ ചിന്തിച്ചോ. യഖ്ദുമു ഖൗമഹു, അവനവന്റെ പാർട്ടിയുടെ മുമ്പിൽ നിന്നിട്ട് യൗമൽ ഖിയാമ, പുനരുത്ഥാന നാളില്, ഉയർത്തെഴുന്നേൽപ്പ് നാളില്, ഫഔറദഹുമുന്നാർ, അവരെ നരകത്തിലേക്ക് നയിക്കും. അവനാ മുമ്പിലുണ്ടാകുക. വരൂ മക്കളെ, പോകാ, നമ്മള് നരകത്തിലേക്ക് പോകും. എന്നിട്ട് പറയുകയാണ്, നരകത്തിലേക്ക് ആനയിക്കുന്ന ഈ പ്രമാണിയുടെ, ഈ നേതാവിന്റെ, ഈ രാഷ്ട്രീയ നേതാവിന്റെ, ഈ ഗുണ്ടാസംഘ തലവന്റെ ദുരവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറയുന്നു. വബിഅ്സുൽ വിർദുൽ മൗറൂദ്, ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ, ചെന്നെത്തുന്നതിൽ ഏറ്റവും വൃത്തികെട്ട സ്ഥലമായി പോയത് എന്ന് പറഞ്ഞാൽ നരകം ശക്തമാണ്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അതും അവതരിപ്പിക്കും. ഇന്നലെ നരകത്തിന്റെ ചെറിയൊരു ചിത്രം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ പറയും. അതിലെവിടെയെങ്കിലും അവസരങ്ങളിൽ കടന്നു വരികയാണെങ്കിൽ അവിടെ പറയാം. പറഞ്ഞില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകളുടെ ആവശ്യപ്രകാരം പരലോകം ഖുർആനിൽ എന്നതൊരു ദശദിന പ്രഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഖുർആനിലെ പരലോകം, അതിലെന്തായാലും നമുക്കത് ചർച്ച ചെയ്യാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അടുത്ത വേദി അതാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ചിന്തിക്കുക. ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ എത്ര മോശപ്പെട്ട സ്ഥലത്താണ് അവർ ചെന്നെത്തുന്നത്. അവർക്ക് സുഖകരമായ അന്തരീക്ഷമല്ല. ചെന്നിറങ്ങുന്ന കടവ്, ആ ഇടം ഒട്ടും നല്ല ഇടമല്ല, വളരെ അപകടം പിടിച്ചതാണ്. അതിനാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നന്മയിലേക്ക് നയിക്കുന്നവരാവണം നമ്മൾ, നന്മക്ക് നേതൃത്വം കൊടുക്കുന്നവരാവണം നമ്മൾ. ഒരു നിലക്കും നമ്മൾ തിന്മയുടെ നേതൃത്വത്തിൽ നമ്മളെ കാണാൻ പാടില്ല. ആ നേതൃസ്ഥാനത്ത് നമ്മൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. വേണ്ടാത്തരാണെന്ന് തോന്നിയാൽ ഏറ്റവും ചുരുങ്ങി നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക. ഞാൻ ആ വണ്ടിയും വലക്കും പോകണ്ടെന്ന് കരുതിയിട്ട് തൽക്കാലം മാറി നിൽക്ക്, അതാ നല്ലത്. അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ നാളെ പാർട്ടിയെ ആനയിച്ച് നരകത്തിലേക്ക് വരേണ്ടി വരും. പാർട്ടി അകമ്പടിയോടുകൂടെ നീ വരേണ്ടി വരും, നിന്റെ അകമ്പടിയോടുകൂടെ അവർ വരേണ്ടി വരും. ഇതൊക്കെ നാളെ നടക്കാൻ പോകുന്ന മഹാദുരന്തമാണ്. അള്ളാഹു പറയാതെ പോയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇതിന്റെ ഗൗരവം എത്രയാണ്. ചെറിയ കാര്യമാണോ ഈ പറയുന്നത്? ഇനി നമ്മൾ പറഞ്ഞു പള്ളിയിലേക്കുള്ള പാദമുദ്രകൾ, വആഥാറഹും എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒരർത്ഥമാണ് പള്ളിയിലേക്കുള്ള പാദമുദ്രകൾ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥതലമാണ് അതിൻ്റെ. പാദമുദ്രകൾ അധികരിപ്പിക്കണം, പള്ളിയിലേക്ക് ധാരാളമായി നടക്കണം നമ്മൾ. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ എഴുതും. നന്മയിലേക്കുള്ള പാദമുദ്രകൾ അധികരിപ്പിക്കാം. അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇമാം അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ പള്ളിയിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, കാനത്ത് മനാസിലുൽ അൻസാരി മുതബാഇദതൻ മിനൽ മസ്ജിദി ഫഅറാദു അൻ യന്തഖിലു ഖുർബൽ മസ്ജിദ്. അൻസാറുകളുടെ വീട് മദീന പള്ളിയിൽ നിന്ന് കുറെ അകലെയായിരുന്നു അൻസാറുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് മദീനത്തെ പള്ളിയുടെ അടുത്തേക്ക് ഇങ്ങ് പോരണം എന്നൊരു ഉദ്ദേശം. അങ്ങനെ വന്നപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിറക്കുന്നത് അപ്പോഴാണ്. ആ ഒരു വിഷയം മാത്രമല്ല ഇതിൽ ഉദ്ദേശിക്കപ്പെടുന്ന എല്ലാം ഉണ്ട്, പക്ഷെ ആയത്ത് ഇറങ്ങുന്നത് അപ്പോഴാണ്.
ഈ ആയത്തങ്ങ് ഇറങ്ങിയപ്പോഴേക്ക് ഫഖാലു, അവർ പറഞ്ഞു, ഞങ്ങളുടെ ഓരോ പാദമുദ്രകൾക്കും കൂലി കിട്ടുമെങ്കിൽ, ഓരോ ചെരിപ്പടിക്കും കാലടികൾക്കും ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെങ്കിൽ, ഇല്ല ഇല്ല, ഓരോ ജമാഅത്തിനും ദൂരെ നിന്ന് നടന്നു വരാം. നസ്ബുതു മകാനന, ഞങ്ങൾ പഴയ സ്ഥലത്ത് തന്നെ കൂടുകയാണ്, ഞങ്ങൾ വീട് മാറ്റുന്നില്ല എന്നവർ പറഞ്ഞു. പാദമുദ്രകൾ അധികരിപ്പിക്കണമെന്ന് കരുതി. ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, മശീതു മഅ അനസ് റളിയല്ലാഹു അൻഹു, ഞാൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടക്കുമ്പോൾ പള്ളിക്ക് പോകുക. ഫഅസ്റഅതുൽ മശിയ, ഞാൻ കുറച്ച് ഊക്കിൽ ഇങ്ങനെ ഒരല്പം ധൃതി പിടിച്ചിട്ട് ഞാൻ അങ്ങനെ നടന്നു. ഫഅഖദ ബിയദി, ഞാൻ ധൃതി പിടിച്ച് നടന്നപ്പോൾ എന്റെ കൈ പിടിച്ചു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പതുക്കെ മന്നാണ് നീങ്ങുന്നത്. അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന സ്വഭാവം ജീവിതത്തിൽ പകർത്തി വളരെ പതുക്കെ. അപ്പോ ഞാൻ കുറച്ച് സ്പീഡ് കൂടി എന്ന് കണ്ടപ്പോ എന്റെ കൈ പിടിച്ചിട്ട് ഫമശീന റുവൈദ, എന്നെ നിയന്ത്രിച്ചു. ഫമശീന റുവൈദ, പിന്നെ ഞങ്ങൾ പതുക്കെ അങ്ങനെ നടന്നു. ഫലമ്മാ ഖളൈന സ്വലാത്ത, നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോരുമ്പം ഖാല അനസുൻ, എന്റെ കൈ പിടിച്ച് എന്റെ നടത്തത്തിന്റെ വേഗത നിയന്ത്രിച്ച അനസനോട് പറയാണ്, മശീതു മഅ സൈദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഞാൻ സൈദ് ബിൻ സാബിത്തിന്റെ കൂടെ ഒരു ദിവസം പള്ളിയിലേക്ക് നടക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ ചെയ്തതുപോലെ ഞാനും ഫഅസ്റഅതുൽ മശിയ, അന്ന് ഞാനും ഒരല്പം വേഗത്തിൽ നടന്നു. അന്ന് എന്നോട് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, പറഞ്ഞൊരു ചോദ്യം, യാ അനസ് അമാ ശഅർത അന്നൽ ആസാറ തുക്തബ്, അമാ ശഅർത അന്നൽ ആസാറ തുക്തബ്, പാദമുദ്രകൾ നിന്റെ നിക്ഷേപത്തിൽ എഴുതപ്പെടുമെന്ന് നിനക്ക് അറിയൂലേ അനസേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പതുക്കെ നടന്നു. അപ്പൊ അതിനു വേണ്ടിയാട്ടോ ഞാൻ നിന്റെ കൈ പിടിച്ചത്, കാലടിയുടെ എണ്ണം കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചു. വേഗം നടന്നാൽ കാല് നീളത്തിൽ എടുത്തു വെച്ചാൽ എണ്ണം ചുരുങ്ങുമല്ലോ. അപ്പൊ പതുക്കെ ആയാൽ കാലടികളുടെ എണ്ണം ഇങ്ങനെ കൂടി വരും. അപ്പൊ അത് നമുക്ക് ഗുണമല്ലേ എന്ന് കരുതിയിട്ടാണ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, ഖലത്തിൽ ബിഖാഉ ഹൗലൽ മസ്ജിദ്, പള്ളിയുടെ പരിസരങ്ങളിലൊക്കെ സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടന്നു. അവിടെ ഒന്നും വീടില്ലായിരുന്നു, വിജനായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഫഅറാദ ബനൂ സലമ, അപ്പോഴാണ് ബനൂ സലമ കുടുംബത്തിന്, ആ തറവാട്ടുകാർക്കൊരു മോഹം, നമ്മുടെ വീട് മൊത്തം യംതഖിലു ഖുർബൽ മസ്ജിദ്, പള്ളിയുടെ അടുത്തേക്ക് മാറി താമസിക്കാമെന്ന് കരുതി. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വിവരം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടി. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ അവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇന്നഹു ബലഗനി അന്നകും തുരീദൂന അൻ തന്തഖിലു ഖുർബൽ മസ്ജിദ്, നിങ്ങൾ പള്ളിയുടെ അടുത്തേക്ക് താമസം മാറ്റണമെന്ന വിവരം എനിക്ക് കിട്ടി, ശരിയാണോ? ഖാലൂ നഅം യാ റസൂലല്ലാഹ്, നഅം ഖദ് അറദ്നാ ദാലിക യാ റസൂലല്ലാഹ്, അതെ ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട് നബിയേ. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, യാ ബനീ സലമ, ഓ ബനൂ സലമ കുടുംബമേ, ദിയാറക്കും തുക്തബ് ആസാറുക്കും, ദിയാറക്കും തുക്തബ് ആസാറുക്കും, നിങ്ങളെ വീടൊക്കെ നിൽക്കുന്നിടത്ത് അവിടെ നിന്നോട്ടെ, അവിടെ തന്നെ വീടുകൾ വെച്ചോ. കാരണം തുക്തബ് ആസാറുക്കും, നിങ്ങളുടെ പാദമുദ്രകൾ ധാരാളം എഴുതപ്പെടുമല്ലോ. അവിടെ നിങ്ങോട്ട് പള്ളിയിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് എത്രയാണ് പ്രതിഫലം കിട്ടുക? ഒരു ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബശ്ശിറുൽ മശാഈന ഫിദ്ദുലമീലൽ മസാജിദ് ബിന്നൂരി താമി യൗമൽ ഖിയാമ, ബശ്ശിറുൽ മശാഈന ഇലൽ മസാജിദ് ഫിദ്ദുലമീലൽ മസാജിദ്, കൂരിരുട്ടിൽ പള്ളിയിലേക്ക് നടന്നു പോകുന്ന മനുഷ്യന്മാർക്ക് നിങ്ങൾ സുവിശേഷം അറിയിക്കണം നബിയേ. ബശ്ശിറൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് തന്റെ കൂട്ടുകാരോട്, നിങ്ങൾ സുവിശേഷം അറിയിക്കണം. അൽ മശാഈന ഫിദ്ദുലം, കൂരിരുട്ടിൽ നടന്നു പോകുന്നവർക്ക്, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക്, ബിന്നൂരി താമി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് ഒരു അല്പം വെളിച്ചമില്ലാതെ, ഒരല്പം വെളിച്ചമില്ലാതെ, ലൈറ്റില്ലാതെ പ്രയാസപ്പെടുന്ന സിറാത്ത് പാലത്തിന്മേൽ ശക്തമായ അന്ധകാരമാണ്. പ്രകാശമില്ലാതെ, വെളിച്ചമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് അള്ളാഹു അവർക്ക് സമ്പൂർണമായ വെളിച്ചം നൽകും, അള്ളാഹു അവർക്ക് കൊടുക്കും എന്ന് നിങ്ങൾ പള്ളിയിലേക്ക് ഇരുട്ടും തപ്പി പോകുന്നവരോട് പറയണം. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പഴയ കാലത്ത് അതാ സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് നമ്മുടെയൊക്കെ റോഡുകളിലൂടെ, വഴികളിലൂടെയൊക്കെ പഴയ കാരണവന്മാര് പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന ചിത്രം നമുക്ക് കാണാമായിരുന്നു.
ഇരുട്ടും തപ്പിപ്പോകുന്ന രംഗം കാണാമായിരുന്നു. മഗ്രിബിന് പള്ളിയിൽ വന്ന് ഇശാ നിസ്കരിച്ച് ഹദ്ദാദ് റാത്തീബും കഴിഞ്ഞിട്ട് ഒരു മെഴുകുതിരിവട്ടത്തിൽ അവരിങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുന്ന രംഗം. അല്ലെങ്കിൽ അവര് പഴയ ആളുകൾ പറയുന്നത് പോലെ രാക്കണ്ണ്, രാത്രി കാണുന്ന ആ കാഴ്ചയുടെ പേരിൽ ഇരുട്ടും തപ്പിയിട്ടിങ്ങനെ രാക്കണ്ണ് നോക്കിയിട്ട് പതുക്കെങ്ങനെ നടന്നു വന്നിരുന്ന ആ ഉപ്പമാരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എത്ര അഹമ്മദ് കാക്കമാര്, എത്ര അബൂബക്കർ കാക്കമാര്. അവർക്കൊക്കെ നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അവിടെ വെച്ച് വളരെ സുന്ദരമായ രൂപത്തിൽ പൂർണ്ണമായ വെളിച്ചവുമായി സഞ്ചരിക്കാനാവും. നമുക്കുണ്ടാവൂല. ആ സമയത്ത് നമ്മളിങ്ങനെ വിളിക്കാണ്, ഉന്ദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും, ഉന്ദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. ആ ആയത്തുകളൊക്കെ ഇവിടെ ചർച്ച ചെയ്യും. സിറാത്ത് പാലം കടന്നു പോകുമ്പോ ശക്തമായ അന്ധകാരമാണ്, ഒരടി അങ്ങ് പെടുത്താ നരകത്തിൽ വീണത് തന്നെ. അങ്ങനെ നല്ല ലൈറ്റും തെളിയിച്ച് ഇങ്ങനെ കടന്നു പോകുന്ന ആളുകളുടെ പിന്നാലെ ഒരു ലൈറ്റ് പോലും ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. വളരെ ചെറിയ ഒരു അമലു സാലിഹാത്തിൽ ചെറിയ ഒരു മുൻഗണന കിട്ടിയതിന്റെ പേരില് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അവിടെ കിട്ടുന്ന ലൈറ്റിൽ ഏറ്റവും ചെറിയ ലൈറ്റ് ഈ ചെറുവിരലിൽ അള്ളാഹു നൽകുന്ന മിന്നി കത്തിക്കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ വിരലിൽ ഒരു ബൾബ് തിളങ്ങുകയാണ്. അത് എപ്പോഴും കത്തൂല, അതിങ്ങനെ കത്തും, കുറച്ചു കഴിഞ്ഞാൽ കെടും. കണ്ടിട്ടില്ലേ നിങ്ങൾ? സ്റ്റേജുകളിലൊക്കെ അലങ്കാര ബൾബുകൾ ഇതേ രൂപത്തിൽ ഉണ്ടാവാറുണ്ട്. മിന്നി കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബുകൾ, കെടുകയും കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കെട്ട് കത്തുന്ന ബൾബുകൾ. അതേ രൂപത്തിലൊരു ബൾബുണ്ടാകും. അത് കത്തുമ്പോൾ ഒരടി അവൻ നടക്കും, പിന്നെ അടുത്തതിന് കാത്തു നിൽക്കുകയാണ്. അടുത്ത കത്തലിൽ ഒരനക്കവും കൂടെ കാലുവെക്കും. ഒരു ഹദീസിൽ കാണാം. അങ്ങനെ പതുക്കെ 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 സുബ്ഹാനല്ലാഹ് വർഷങ്ങളോളം താണ്ടണം. അവസാനം അവൻ സ്വർഗ്ഗത്തിലേക്ക് അങ്ങോട്ട് എത്തിപ്പോകും. കഷ്ടിച്ച് തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. അല്ലാഹുവേ, ആ കൂട്ടത്തിലെങ്കിലും ഞങ്ങളെ നീ പെടുത്തി തരണേ അല്ലാ, ഞങ്ങളെ നീ പെടുത്തി തരണേ അല്ലാ, ഞങ്ങളെ നീ ഖൈബാക്കല്ല അല്ലാ. ഈ ദിവസങ്ങൾ അത്രയും ഈ സദസ്സിൽ വന്നിരുന്നവർ നിന്റെ ശക്തമായ താക്കീതുകളും മോഹിപ്പിക്കുന്ന സുവിശേഷങ്ങളുമൊക്കെ കേട്ട് അതൊക്കെ ഈമാൻ ഉറപ്പിച്ചിരിക്കുന്ന ഞങ്ങളെ നീ ഖൈബാക്കല്ല അല്ലാ. ഞങ്ങളെ വേദിയിൽ ഹാജിമാരുണ്ട്. ഹാജിമാർ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളവരാണ്. ആമീൻ ഒരു വലിയ പ്രാർത്ഥനയാണ്. അല്ലാ, ഈ സദസ്സിലേക്ക് നീ നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ കാലാവസ്ഥ അനുകൂലമാക്കി തന്നു. ഞങ്ങൾ ഭയത്തിലായിരുന്നു. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തന്നിട്ടുണ്ട്. റബ്ബേ, നിന്റെ ഇനായത്ത് എന്നും നിന്റെ പരിഗണന ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞാൻ ചോദിക്കട്ടെ, ആ പഴയ ഉപ്പമാരെ ഓർക്കുമ്പോൾ ഇന്ന് നമുക്കെവിടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രതിഫലത്തിന് സാധ്യത എവിടെ? നോക്ക് നിങ്ങൾ, ഇന്നുണ്ട് സുബൈ ആയാൽ തോട്ടുമ്പോഴും ഇങ്ങനെ ഓടിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴും ഉണ്ട് സുബൈക്ക് ഓട്ടം. സുബൈയായ ഓടും, പള്ളിക്കല്ലാന്ന് മാത്രം. ആ ഓട്ടം പള്ളിക്കാക്കാണെങ്കിൽ എത്ര ഗുണം ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ചു. ആ ഓടുന്ന ഓട്ടം പള്ളിക്കായാൽ മതി. പെണ്ണുങ്ങളടക്കം ഓടുക. എങ്ങനെ ഓടാതിരിക്കുക? ഇൻഷാ അല്ലാഹ് ഏതോ ഒരു ആയത്ത് സൂറത്ത് യാസീനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എൻസിരൂൻ എന്നതിന്റെ ആ അർത്ഥം വിവരിക്കുമ്പോൾ നസ്ര് എന്ന് പറഞ്ഞ സ്പീഡിൽ ഓടുക എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് സഹാബത്ത് ഇങ്ങനെ പറയാണ്, ഞങ്ങൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ശരീരത്തിനൊന്നും വേണ്ടത്ര ആവതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പലതരത്തിലുള്ളത്. ഫഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിന്നസ്ൽ, അലൈക്കും ബിന്നസ്ൽ, നിങ്ങൾ നന്നായി നടന്നാ മതി. കണ്ടോ, പുറത്തൊന്ന് വിയർപ്പ് പൊട്ടിച്ച് നിങ്ങൾ നടക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയാണ്. ഇന്ന് എല്ലാവരും റോട്ടിലിറങ്ങി ഓടുകയാണ്. ഇതിന് അള്ളാഹുവിന്റെ റസൂല് കാലങ്ങൾക്ക് മുമ്പ് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറയുമ്പോൾ ഞാൻ പറയാം. വിയർപ്പ് പൊട്ടിച്ചോടിയാൽ, കുറച്ച് സ്പീഡിൽ നിങ്ങൾ നടക്കുകയാണെങ്കിൽ, തടി ഇളകി നടന്നാൽ അത് നിങ്ങളുടെ ദൗർബല്യം കുറക്കും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ ആ ഹദീസൊക്കെ നമുക്ക് ഉദ്ധരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും ഓടുന്നുണ്ട് മനുഷ്യന്മാർ. പക്ഷെ ആ ഓട്ടം പള്ളിക്കാണ്ട് ഓടി അവിടുന്ന് തിരിച്ചു ഓടുകയാണെങ്കിൽ രണ്ട് കാര്യമായി. ആരോഗ്യത്തിനും കാര്യമാണ്, പരലോകത്തേക്കും കാര്യമാണ്. വെറുതെ കിട്ടുകയാണ്. ഈ ആധാറുകൾ നമ്മൾ എന്തിനു നഷ്ടപ്പെടുത്തണം? ഇല്ല, നമ്മൾ ബോധമില്ലാതെ പെട്ടുപോയി. അബദ്ധങ്ങൾക്ക് വേണ്ടി മാത്രം, തിന്മകൾക്ക് വേണ്ടി മാത്രം നമ്മൾ എല്ലാ നിലക്കും സജീവമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന, ആദ്യം പറഞ്ഞതാണ് വളരെ പ്രധാനപ്പെട്ടത്.
എന്ന് പറഞ്ഞാൽ ഒരു തിന്മക്കും നിങ്ങൾ നേതൃത്വം കൊടുക്കരുത്, നന്മക്കൊക്കെ നേതൃത്വം കൊടുക്കണം. കാരണം നമുക്ക് അനന്തര ഫലങ്ങൾ കിട്ടട്ടെ. ഒരു സുന്നത്ത്, നേരത്തെ ഇല്ലാത്ത ഒരു സുന്നത്ത് റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിൽ ഉണ്ടാക്കിയ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അത് പറയാം. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ബഹുമാനപ്പെട്ട ജരീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സദ്രിൻ നഹാർ. ഞങ്ങള് പകലിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് രാവിലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് സദസ്സിൽ, പള്ളിയിൽ. ഫജാഅഹു ഖൗമുൻ ഹുഫാത്തുൻ മുജ്താബിൻ നിമാർ മുതഖല്ലിദിസ് സുയൂഫ് ആമ്മത്തുഹും മിൻ മുദർ ബൽ കുല്ലുഹും മിൻ മുദർ. ഞങ്ങളിങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് പാവങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അവര് ആമ്മത്തുഹും മിൻ മുദർ, അധിക ആളുകളും മുദറുക കോളനിക്കാരാണ്. ബൽ കുല്ലുഹും മിൻ മുദർ, അല്ല എല്ലാവരും മുദർ കബീലയിൽപ്പെട്ടവർ തന്നെയാണ്, ആ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ്. അവിടുന്ന് തന്നെയാ വന്നത്. അവർ വന്നത് എങ്ങനെയാ? ഹുഫാത്തുൻ നിറ മുജ്താബിൻ നിമാർ, പുതപ്പ് മാത്രമോ അതിന്റെ നടുക്ക് ഇങ്ങോട്ട് തുളച്ചിട്ട് കഴുത്തിലിട്ട് ആ പുതപ്പ് കൊണ്ട് ഔറത്ത് മറക്കാൻ അങ്ങനെ കഷ്ടിച്ച് ശ്രമിക്കുന്നുണ്ടവർ എന്ന് പറഞ്ഞാൽ അത്രേ അവർക്ക് ധരിക്കാൻ മുണ്ടുള്ളൂ. ഹുഫാത്തുൻ നിറ, നഗ്നരാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥതാണ്. കാലിൽ ചെരുപ്പില്ല, പച്ച പാവങ്ങളാണ്. അവരെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം. അള്ളാഹുവിന്റെ റസൂൽ അവരിങ്ങോട്ട് കടന്നു വന്നപ്പം അങ്ങനെ ഇവർ കടന്നു വന്നപ്പം മുത്തുനബിയുടെ മുഖം പൂമുഖം വിവർണമായി, കോലൊക്കെ അങ്ങോട്ട് മാറി, കളറിങ് മാറി. ഇവരിൽ കാണുന്ന ശക്തമായ ദാരിദ്ര്യമാണ് മുത്തുനബിയെ ഈ കോലത്തിൽ വിഷമിപ്പിച്ചത്. ഫദഖല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിന്റെ അടുത്ത് തന്നെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോയി അവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ. സുമ്മ ഖറജ, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു. കാരണം അവിടെ ഒന്നും ഇല്ല, ഇവർക്ക് കൊടുക്കാൻ പറ്റിയതൊന്നുമില്ല. സുമ്മ ഖറജ, പിന്നെ പള്ളിയിലേക്ക് തന്നെ വന്നു. വീട്ടിൽ നിന്ന് വന്നിട്ട് ഫഅമറ ബിലാല, പള്ളിയിൽ തമ്പടിച്ച പാവങ്ങളെ കണ്ടിട്ട് ബാങ്ക് കൊടുക്കാൻ സമയവുമായിട്ടുണ്ട്. ബാങ്കിനോടടുത്തൊരു നിസ്കാര സമയത്താണ്, ദുഹർ നിസ്കാരത്തോടനുബന്ധിച്ചായിരിക്കും ഇത്. അതാ റസൂലുള്ളാഹി ഫഅമറ ബിലാല, ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാങ്ക് കൊടുക്കു ബിലാൽ. ഫഅദ്ദന, ബിലാൽ റളിയല്ലാഹു അൻഹു അത്യുച്ചത്തിൽ ബാങ്ക് മുഴക്കി. വഅഖാമ, ഇഖാമത്ത് കൊടുത്തു. ഫസല്ലാ, നിസ്കരിച്ചു. സുമ്മ ഖതബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരും പോകരുത്, ഒരു കാര്യം പറയാനുണ്ട്. കണ്ടോ നിങ്ങൾ, അവസരത്തിലുള്ള ഇടപെടലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, ഒരൊറ്റ ശരീരത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാമിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആ രക്ഷിതാവിനെ നിങ്ങൾ അനുസരിക്കണം, അവനെ നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തിങ് തുടങ്ങി. സൂറത്തു നിസാഇന്റെ 1-ാമത്തെ വചനാണിത്. അതിങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്നതുവരെയുള്ള ഭാഗം അങ്ങോട്ട് ഓതി. അത് പറയാതിരിക്കുന്നത് സമയദൈർഘ്യം ഭയന്നിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബ ബന്ധത്തിന്റെ പ്രസക്തി, നാം എല്ലാം ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ്. കാരണം ഇവരോട് മനസ്സരിവ് വരണമെങ്കിൽ ഇതൊക്കെ പറയണം. അപ്പൊ നല്ലൊരു പ്രസംഗം നടത്തി. എല്ലാവരും നമ്മളൊക്കെ ഒന്നാണ്. കണ്ടില്ലേ നിങ്ങൾ, കുറച്ച് പാവങ്ങൾക്ക് ചെരുപ്പില്ല, വസ്ത്രമില്ല, ഭക്ഷണമില്ല, വിഷമിച്ചു. ഇവരെ കണ്ടിട്ട് തന്നെ നിങ്ങൾക്കൊരു വിഷമം തോന്നുന്നില്ലേ? എന്നിട്ട് നബി തങ്ങൾ പിന്നീട് വൽ ആയത്തല്ലത്തി ഫിൽ ഹശ്ർ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സൂറത്തുൽ ഹശ്റിലുള്ള ഒരായത്ത് മോദി, ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ, അല്ലാഹുവിനെ പേടിക്കണം, നാളത്തേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് കരുതിക്കോ. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതുകൊണ്ട് ഓരോരുത്തരും വന്ന് അവൻ സദഖ ചെയ്യട്ടെ, മിൻ ദീനാരിഹി, മിൻ ദിർഹമിഹി, മിൻ സൗബിഹി, മിൻ സായി ബുർരിഹി, മിൻ സായി തംറിഹി, ഹത്താ ഖാല വലൗ ബിശിഖ്ഖി തംറാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഈ കടന്നു വന്ന കുടുംബത്തെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നവർ ദീനാറുള്ളവർ ദീനാറ് കൊണ്ടുവാ, ദിർഹമുള്ളവർ ദിർഹം കൊണ്ടുവാ എന്നെല്ലാം പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങള് ഹത്താ ഖാല പറഞ്ഞ് ചെറിയ വിഷയങ്ങൾ നബി പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, വലൗ ബിശിഖി തംറ, ഒരു ചീള് കാരക്ക കൊണ്ടുവരാൻ കഴിയുന്നവരുണ്ടോ? ഒരു കാരക്കട്ടീര് തരം തന്ന് ഈ പാവങ്ങളുടെ ചുത്തടക്കാൻ സഹായിക്കാൻ കഴിയുന്നവരുണ്ടോ? ഒരു പൊട്ട് കാരക്കയാ ഉള്ളതെങ്കിൽ അത് കൊണ്ടുവാ. ഒരു കാരക്ക മുഴുവൻ ചോദിച്ചിട്ടില്ല. വലൗ ബിശിഖി തംറ, തമ്രത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റ കാരക്കയാ, അതിന്റെ ഒരു കീറ് മാത്രം. കഴിയുന്നവരതെങ്കിലും കൊണ്ടുവരണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ വയലിങ്ങനെ കേട്ടിരിക്കല്ലേ. അപ്പോൾ അൻസാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പുരേ പോയിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. വയൽ ആദ്യം വലിച്ചത് ഇദ്ദേഹത്തിനാ. ഫജാഅഹു റജുലുൻ മിനൽ അൻസാർ ബിസുറത്തിൻ കാദത് കഫുഹു തഅജിസ്. ബിസുറ, ഒരു സഞ്ചി നിറയെ സാധനം പിടിച്ചു വലിച്ചിങ്ങനെ വരുന്നുണ്ട്. അന്നത്തെ കാലത്തൊക്കെ അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. വസ്ത്രവും ഭക്ഷണവും എല്ലാം കൂടെ കുത്തി നിറച്ച് ഒരു വലിയ സഞ്ചി തന്നെ ഏറ്റിയിട്ട് അദ്ദേഹം ഇങ്ങനെ വരിക. കാദത്ത് കഫുഹു തഅജിസു അൻഹ, അത് പിടിക്കാൻ കൈകൊണ്ടാവുന്നില്ല, കൈ കുഴഞ്ഞു പോവുകയാണ്. കുഴഞ്ഞു പോകാൻ അടുത്തെത്തിയിട്ടുണ്ട്, കുഴഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ട്. ബൽ അജസത, അല്ല, എല്ലാ നിലക്കും തളർന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ കൈ. അത്രയുണ്ട് ഈ കൊണ്ടുവന്നത്. തളർന്നിരിക്കുന്നു, ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല. തളർന്ന കയ്യിൽ ഇതും പിടിച്ച് ഇദ്ദേഹം വന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലങ്ങ് സമർപ്പിച്ചു. നബിയേ, ഈ ഫണ്ടിലേക്കുള്ളതാണിത്. ഖാല ജരീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുമ്മ തതഹാബഅ അന്നാസ്, പിന്നെ ജനങ്ങളൊക്കെ അങ്ങ് തുടർന്നു ഈ പരിപാടി. എല്ലാവരും കൊണ്ടുവരാൻ തുടങ്ങി. അവനാന്റെ പുരേ പോയി ഉള്ളത് കൊണ്ടുവന്നു. അങ്ങനെ ഹത്താ റഅയ്തു ഖൗമൈനി മിൻ തആമിൻ വസിയാബ്, ഹത്താ റഅയ്തു ഖൗമൈനി, രണ്ട് കൂമ്പാരങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. മിൻ തആമിൻ വസിയാബ്, ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും രണ്ട് കൂമ്പാരങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഹത്താ റഅയ്തു ഖൗമൈനി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊണ്ടുവരുന്നതൊക്കെ ഒരു കൂട്ടരിങ്ങനെ കൊണ്ടുവന്ന് ഓരോരുത്തരും അവരവരുടെ സഞ്ചിയിൽ എന്താ ഉള്ളതെങ്കിൽ ഒരു കൂട്ടത്തിലേക്ക് ഇടും. അങ്ങനെ ഭക്ഷണത്തിന്റെ വലിയ ഒരു ഭക്ഷണക്കൂന അവിടെ പൊങ്ങി. അതുപോലെ തന്നെ ഒരു വസ്ത്ര കൂമ്പാരവും അവിടെ ഉണ്ട്. വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഒരു കൂമ്പാരം. എന്നിട്ട് ഇത് വീതിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഇവർക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇത് ഞാൻ കണ്ടു. ഇതിങ്ങോട്ട് കണ്ട സമയത്ത് ഞാൻ നോക്കുന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്കാണ്. റസൂലുള്ള പിരിവ് ചോദിച്ചപ്പോ കൊണ്ടുവന്ന് ഇത്രയും സമൃദ്ധമായ പിരിവ് നൽകിയ ഈ ആളുകളെയല്ല റസൂലുള്ളാഹിന്റെ മുഖത്തേക്കാ നോക്കിയത്. ഹത്താ റഅയ്തു വജ്ഹ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതഹല്ലലു കഅന്നഹു മുദ്ഹബ. ഞാൻ നബി തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഒരു തങ്ക കഷ്ണം പോലെ അതിങ്ങനെ തിളങ്ങുന്നുണ്ട്. യതഹല്ലൽ, ആ മുഖം ഇങ്ങനെ തിളങ്ങുന്നുണ്ട് സന്തോഷം കൊണ്ട്. നല്ല മുഅ്മിനീങ്ങൾ, ഈമാനുള്ള മക്കള് കണ്ടില്ലേ നിങ്ങൾ? നമ്മുടെ നേതാക്കന്മാര് പിരിവ് ചോദിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്കെന്തൊരു സന്തോഷ. ഹൈറിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷാണ്. യതഹല്ലലു കഅന്നഹു മുദ്ഹബ. എന്നാൽ ഇതിനെ കൊച്ചാക്കുന്നവരുണ്ട്. ഏത് പരിപാടിയുണ്ടെങ്കിലും പിരിവാൾ എന്ന് പറയുന്നവരുണ്ട്. കേട്ടോളൂ, അള്ളാഹുവിന്റെ റസൂല് എഴുന്നേറ്റ് നിന്നിട്ട് ഇവരെയൊക്കെ ആശ്വസിപ്പിച്ചതിന്റെ ശേഷം അള്ളാഹിന്റെ റസൂല് പറയാൻ, ഈ വയല് കേട്ട് ഈ വയലിന്റെ പ്രതിഫലനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈ. ഓ സഹാബ, നേരത്തെ ഇല്ലാത്ത ഒരു പതിവായിരുന്നു ഇത്. എന്ത്? പള്ളിയിൽ നിന്ന് ഒരു പിരിവെടുക്കുക എന്നുള്ള പരിപാടി നേരത്തെ ഇല്ല. ഇതിപ്പോ നമ്മളിപ്പോ ഉണ്ടാക്കിയതാണല്ലോ. അതിന് നേതൃത്വം നൽകിയത് ആ ഒന്നാമത്തെ മനുഷ്യൻ എഴുന്നേറ്റ് പോയി. നിങ്ങളൊക്കെ സഹകരിച്ചു. ആ ഒന്നാമത്തെ മനുഷ്യന്റെ അക്കൗണ്ടാ കൂടുതൽ വർദ്ധിക്കുക. അയാളെ കണ്ടിട്ട് വരി ചെയ്യുമ്പോൾ ആസാർഹു അയാൾക്കും കിട്ടുകയാണ്. ഏതാവട്ടെ, നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കി. ഇനി ഇതിന്റെ പ്രതിഫലം എനിക്കും നിങ്ങൾക്കും കിട്ടി എന്നതല്ല, ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന സർവ്വ പിരിവുകളുടെയും കൂലി എനിക്കും നിങ്ങൾക്കും കിട്ടും സഹാബ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈഅ,
എന്നാലോ അവർക്കറ്റ കൂലി കുറയുകയുമില്ല. അവർക്ക് കൂലി കുറയോ അതുമില്ല. എന്നാ നമുക്കതിന്റെ പ്രതിഫലം കിട്ടും സഹാബാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിആ, ആരാണോ ഇസ്ലാമിൽ ഒരു മോശമായ ആചാരം തട്ടിപ്പടുത്തുണ്ടാക്കിയത്, ഇസ്ലാമിന്റെ പാരമ്പര്യം അറബിയുടെ ഖുതുബയോധരാണ്, അവിടെ മലയാള പ്രസംഗം കൊണ്ടുവന്നതാരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കളോ ഭാര്യമാരോ ആരും പള്ളിയിൽ പോയത് എനിക്കറിയില്ല എന്ന് ഇമാം ഷാഫി പറയുമ്പോ കേരളത്തിലെ മംഗമാരെ പള്ളിയിലേക്ക് ആനയിച്ചവർ വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഫഅലൈഹി വിസ്റുഹാ വവിസ്റു മൻ അമില ബിഹാ, ഇതിനോടറിട്ടവർ രക്ഷപ്പെടൂല, കാലാകാലം അവർ അതിന്റെ പാപം പേറേണ്ടി വരും, യാതൊരു സംശയവും വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഗൗരവപൂർവ്വം തന്നെ മനസ്സിലാക്കണം. ഈ ഹദീസ് ചർച്ച ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹ് മുസ്ലിമിന്റെ ഹദീസാണിത്, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ശറഹ് മുസ്ലിമിൽ എഴുതുന്നത് കാണാം, വഫീ ഹാദൽ ഹദീസി തഖ്സീസു ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകത്തിനൊരു പ്രത്യേക സ്വഭാവം നൽകുന്നുണ്ട്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ വേറൊരു ഹദീസില്. ആ ഹദീസിനെ ഈ ഹദീസ് കൊണ്ട് നിങ്ങൾ തട്ടിക്കണം. എല്ലാ പുതിയതും ബിദ്അത്താണ്, എന്നാലോ വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും പിഴച്ചതാണ് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്ത് നബി തങ്ങൾ പറഞ്ഞല്ലോ. നേരത്തെ ഇല്ലാത്ത സുന്നത്തായ കാര്യങ്ങള് നാട്ടിൽ സ്ഥാപിക്കുന്നവര്, റാത്തീബ് ഉണ്ടാക്കുന്നവര്, ഹദ്ദാദ് ഉണ്ടാക്കുന്നവര്, മൗലിദുകൾ സംഘടിപ്പിക്കുന്നവര്, മൗലിദ് ഘോഷയാത്രകൾ സംഘടിപ്പിക്കുന്നവര്, ഈ നാട്ടിൽ വെറും മദ്രസയിലെ കുട്ടികൾ ഉസ്താദുമാർ മാത്രമായിട്ട് ഇങ്ങനെ മൗലിദ് ഘോഷയാത്രകൾ ചുരുങ്ങാണ്. അപ്പൊ കുറച്ച് ഉസ്താദുമാർക്കും പ്രവർത്തകർക്കും തോന്നുകയാണ് ഇവിടെയൊക്കെ ധാരാളം നടക്കുന്നുണ്ടാവും. ഇനി എല്ലാവരും ആബാലവൃദ്ധം ജനങ്ങളുടെ സാന്നിധ്യം ഇതിനു വേണം. അതിനുവേണ്ടി പ്രവർത്തിച്ചവർ എത്ര കാലം അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം ഈദായി പെരുന്നാളായി കൊണ്ടാടുന്നോ അത്രയും കാലം ഇത് നടപ്പിലാക്കി, ആദ്യമായി ഇത് നടപ്പിലാക്കി അന്ന് വടിയും കുത്തിപ്പിടിച്ച് ആ ഘോഷയാത്രയിൽ നിന്ന് ആ മുഹമ്മദ് ആജിക്കും അതിന്റെ പ്രതിഫലം കിട്ടുകയാണ്, അബൂബക്കർ ആജിക്കും കിട്ടുകയാണ്, നഷ്ടപ്പെടില്ല. നല്ല സുന്നത്തുകൾ ഹയാത്താക്കിക്കോ, ചീത്ത ബിദ്അത്തുകള് ആ ബിദ്അത്തുകൾ നമ്മൾ നാട്ടിൽ നടപ്പിലാക്കാൻ പാടില്ല. അത് നമുക്ക് ശല്യം ചെയ്യും, നമുക്ക് അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി പോകും, യാതൊരു സംശയവും വേണ്ട. നമ്മൾ ഒരു പക്ഷേ നല്ലതാണെന്ന് കരുതി സ്ഥാപിച്ചത്, മഹാന്മാരായ ഇമാമുമാരുടെ പിന്തുണയില്ലാത്തത്, അതിൽ നിന്ന് മാറി നിൽക്കണം. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു അന്നൽ മുറാദ ബിഹി അൽ മുഹ്ദസാത്തുൽ ബാത്തില വൽ ബിദ്ഉൽ മദ്മൂമ. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞ കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് നബിതങ്ങൾ പറഞ്ഞതോ അത് മോശപ്പെട്ട ബിദ്അത്തുകളാണ്, അർത്ഥമില്ലാത്ത ബിദ്അത്തുകളാണ്, മിഥ്യയായ ബിദ്അത്തുകളാണ്, പുത്തൻ സ്വഭാവങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല പുതുമകൾ ദീനുൽ ഇസ്ലാമിൽ ഉണ്ടാക്കാൻ പറ്റും. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് 20 റക്അത്തായി തറാവീഹ് നിസ്കാരം ജമാഅത്തായി നിലവിലില്ല. ജമാഅത്തായി 20 റക്അത്തായിട്ട് ഒരു ഇമാമിന്റെ കീഴിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് സംഘടിപ്പിച്ചു. നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, എത്ര നല്ല പുതിയ ആചാരം! ഇസ്ലാം അംഗീകരിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് അംഗീകാരമില്ലാതെ ഒരിക്കലും അത് ചെയ്യില്ല. ഇനി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ മൻ അഹ്ദസ ഫീ അംരിനാ ഹദാ, മൻ അഹ്ദസ ഫീ അംരിനാ ഹദാ, ആരാണോ ഈ ദീനിൽ വല്ലതും പുതുക്കിയുണ്ടാക്കിയത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹദാ മാ ലൈസ മിൻഹു, ദീനിൽ പെടാത്ത ഒന്നിനെ ആര് പുതുക്കിയുണ്ടാക്കിയോ, കണ്ടോ, ആ വാക്ക് തന്നെ ചിന്തിക്കേണ്ടതാണ്. ദീനിൽ പെടാത്ത ഒന്നിനെ ആരെങ്കിലും പുതുക്കിയുണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി പറയുമ്പോ എല്ലാ പുത്തനാചാരങ്ങളെയും തള്ളണമെന്നാണോ? മൗലിദ്, റാത്തീബ്, ഇങ്ങനെ കുറെ പുതിയ സുന്നത്തുകൾ നമ്മൾ ഹയാത്താക്കും, ഇതൊക്കെ തള്ളണമെന്നാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ നബിതങ്ങൾ ഇത്ര പറഞ്ഞാൽ മതി, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ ഷൈഅൻ ഫഹുവ റദ്ദ്, അത്ര പറഞ്ഞാൽ മതി. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ ഫഹുവ റദ്ദ് എന്ന് പറഞ്ഞാൽ മതി. ഈ നമ്മുടെ ദീനിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുക്കി ഉണ്ടാക്കിയാൽ പോയി. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് മാ ലൈസ മിൻ, ആ ദീനിൽ പെടാത്തതിനെ പുതുക്കി ഉണ്ടാക്കിയാൽ അതിനൊരു മറുധ്വനിയുണ്ട്. മാ മിൻഹുവായ കുറെ കാര്യങ്ങളുണ്ട്, ദീനിൽ പെട്ട ചില കാര്യങ്ങൾ ഇനി പുതിയത് വരാനുണ്ട്. അത് വന്നാൽ
അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതല്ല, അത് തള്ളപ്പെടേണ്ടതല്ല. അടിസ്ഥാനപരമായി ദീനുൽ ഇസ്ലാമിന്റെ അംഗീകാരമുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മൾ മനസ്സിലാക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തുകയാണ്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇപ്പൊ എന്തു പറഞ്ഞു? വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവർ ചെയ്തത് എഴുതുന്നുണ്ട്, വആസാറഹും അവരുടെ അനന്തര ഫലങ്ങളും എഴുതുന്നുണ്ട്, പാദമുദ്രകളും എഴുതി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എഴുതിയത് കൊണ്ടെന്താ? നമ്മളൊക്കെ എത്ര കുറിപ്പ് എഴുതലുണ്ട് അല്ലേ? അത് കുമാമയെ കാട്ടിട്ടും കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് തപ്പിയാ കിട്ടുമോ? കിട്ടൂല. അപ്പോൾ എഴുതി കുമാമയിൽ തള്ളുകയല്ല, വഹസൈനാഹു ഫീ ഇമാമിൻ മുബീൻ, വ്യക്തമായ ഒരേടിൽ ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നിഷേധിക്കുമ്പോൾ നീ അത് ചെയ്തിട്ടുണ്ടെന്ന് സമർത്ഥിക്കാൻ അള്ളാഹ് പിന്തുടരുന്ന രേഖ, അതാണ് ഇമാം, പിന്തുടരപ്പെടുന്ന ഏട്. ഫീ ഇമാമിൻ മുബീൻ, വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ ഇതെല്ലാം ക്ലിപ്തമാക്കി വെച്ചിട്ടുണ്ട്. എത്രയോ ആളുകളുണ്ട് കുറിപ്പുകൾ എഴുതി കുമാമയിൽ തള്ളുന്നവർ. അതല്ല, നക്തുബു വനഹ്ഫദു ദാലിക ഫീ കിതാബിൻ മുബീൻ. ബഹുമാനപ്പെട്ട മൂസാ നബിയോട് ഫറോവ ചോദിച്ചില്ലേ, മൂസാ നാളെ പരലോകത്ത് വെച്ച് ഹിസാബ് എടുക്കണമെങ്കിൽ അള്ളാഹ്ക്ക് ഇതിനെ പറ്റിയൊക്കെ അറിവ് വേണ്ടേ? ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസാ. സൂറത്തു തഹ 52. എന്താ നീ മനസ്സിലാക്കിയത് ഫറോവ? അതിൻ്റെയൊക്കെ കൃത്യമായ വിവരം എൻ്റെ റബ്ബിൻ്റെ അടുത്ത് കിതാബിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. ഇനി എൻ്റെ റബ്ബോ, ലാ യദില്ലു റബ്ബി വലാ യൻസാ, എൻ്റെ റബ്ബിന് പിഴക്കൂല, എൻ്റെ റബ്ബ് ഒരക്ഷരം പോലും മറക്കൂല. ലാ യദില്ലു റബ്ബി വലാ യൻസാ വകുല്ലു ശൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ. മനുഷ്യലോകം ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഫിസ്സുബുർ, ഏടുകളിൽ സ്ഥിരപ്പെട്ട് കിടക്കുന്നുണ്ട്. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ, എല്ലാ ചെറുതും വലുതും ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. സൂറത്തുൽ ഖമർ 52, 53 എല്ലാം റെഡിയാണ്. ഇതാണ് വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. വവുളിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫ് 49. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആ ആയത്തിന്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് ഏതായാലും അൽയൗമ നഖ്തിമു വിവരിക്കുമ്പോൾ അത് പറയൽ നിർബന്ധമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ട് അൽയൗമ നഖ്തിമുലേക്ക് ചാടിയത് അതിന്റെ വിശദീകരണത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് അന്ന് അത് പറയാം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ കണക്കെഴുതിയാലും കുറെ അവിടെയും പിടിയൊക്കെ വലിച്ച് കണക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഓഡിറ്റർ വേറൊരാൾ വേണ്ടിയത്. അള്ളാഹുവിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? വനക്തുബു മാ ഖദ്ദമു, വാസാറഹും എഴുതുന്നതും നമ്മളാണ്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, അതിന്റെ ഓഡിറ്റിംഗ് അതും നമ്മൾ തന്നെയാണ് നടത്തുന്നത്. എല്ലാം എൻ്റെ കയ്യിൽ തന്നെ, പിഴക്കൂല, മറക്കൂല. കൃത്യമായ ഓഡിറ്റിങ്ങും ആ വിഷയത്തിൽ നടക്കാൻ പോകുന്നുണ്ട്. എഴുത്തുകാരൻ ഓഡിറ്ററുമൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷയങ്ങൾ ഒന്നുപോലും അറിയാതെ പോകില്ല. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.